توفنا مسلمين وألحقنا بالصالحين. അല്ലാഹുവേ, ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്തത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമാണ്. തവഫനാ മുസ്ലിമീൻ. അല്ലാഹുവേ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അപ്പോൾ തഖ്വ എന്ന് പറഞ്ഞാൽ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ നേതാവാക്കണേ എന്നാണ് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുള്ളത്. മുത്തഖീങ്ങളുടെ നേതാവാക്കാൻ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. മുത്തഖീങ്ങളാക്കാനല്ല, മുത്തഖീങ്ങളുടെ നേതാവാക്കാൻ. വൽ ആഖിബത്തു ലിൽമുത്തഖീൻ ഉഇദ്ദത് ലിൽമുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് ഞാൻ സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, അലാ ലൈതശ് ശബാബു യഊദു യൗമാ സഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു. അറബികൾ ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നവരായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മത്തിനും മുമ്പേ, ഹബീബിന്റെ ആഗമനത്തിനും മുമ്പേ ജീവിതമെന്നാൽ അടിച്ചുപൊളിയല്ലാതെ വേറെ ഒന്നും അവർക്കറിയില്ലായിരുന്നു. കള്ളും പെണ്ണും യുദ്ധവും. അവര് പാട്ടുപാടിയത് കള്ളിനെ കുറിച്ച്, കവിത എഴുതിയത് യുദ്ധത്തെക്കുറിച്ച്, ധീരതയെക്കുറിച്ച്, പെണ്ണിന്റെ സൗന്ദര്യത്തെക്കുറിച്ച്. ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്നൊരു സമുദായത്തോടാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹു വിജയം നൽകുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വയുണ്ടാകാൻ നമ്മോട് പഠിപ്പിക്കുകയുണ്ടായി. എന്നാൽ എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടുനിൽക്കലുമാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം, ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ല. ഇനി അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യുകയോ ചെയ്താൽ, അങ്ങനെ ചെയ്താലോ അയാൾ മുത്തഖിയാവൂലേ? അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുന്നു, തീരെ ചെയ്യുന്നില്ല. അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് ഒരാൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എങ്കിൽ അയാളെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. നേരെ മറിച്ച് അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് അറിയാതെ വന്നു പോവുകയും അയാൾ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്താൽ അയാളെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയും. നമ്മൾക്ക് അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് മറന്നിട്ടോ അറിയാതെയോ ചെയ്യാതിരുന്നാൽ ഉടനെ തന്നെ തൗബ ചെയ്യുകയും അത് ഖളാ ആയിട്ടെങ്കിലും ചെയ്തു കൂട്ടുകയും ചെയ്താൽ അവരെയും നമ്മൾക്ക് മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്താം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ മുത്തഖിയാവാനാണ് നമ്മളെല്ലാവരും അധ്വാനിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഉടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ ഭയക്കണം. ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻത. നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ തഖ്വയുള്ളവരാകണം. ഇത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയുള്ളവരാകണം. ഹൈസുമാ കുൻത, നിങ്ങൾ എവിടെയാണെങ്കിലും. വഅത്ബിഇ സയ്യിഅതൽ ഹസനത തംഹുഹാ. തഖ്വയുള്ളവരിൽ നിന്ന് വരെ തെറ്റുകൾ വരും. ശ്രദ്ധിച്ചോളൂ, തഖ്വയുള്ളവരിൽ നിന്ന് വരെ തെറ്റുകൾ വരും.
അങ്ങനെ തെറ്റുകൾ വന്നാൽ ആ തെറ്റിന്റെ കൂടെ നിങ്ങൾ ഒരു നന്മ ചെയ്യണം, എന്നാൽ അല്ലാഹു ആ തെറ്റിനെ മായ്ച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ജീവിതത്തിൽ ഒരു തെറ്റ് വരുമ്പോൾ ആ തെറ്റുകൾ മായ്ച്ചു കളയാൻ നിനക്ക് കുറ്റബോധമുണ്ടാവണം, പശ്ചാത്താപം ചെയ്യണം, തൗബ ചെയ്യണം. അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു നന്മ നീ ചെയ്യണം. ആ നന്മ കാരണത്താൽ അല്ലാഹു നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അല്ലാഹു നമ്മൾക്ക് തന്ന യൗവനം അത് അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒക്കെ പറഞ്ഞതുപോലെ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. എന്റെ ഈ യൗവനം ഒരു കണ്ണിമ വെട്ടുന്ന തെറ്റുപോലും വന്നിട്ടില്ലല്ലോ. ഒരു കണ്ണ് ചിമ്മുന്ന, ഒരു കണ്ണിമ വെട്ടുന്ന തെറ്റുപോലും എന്റെ ജീവിതത്തിൽ, എന്റെ യൗവനത്തിൽ വന്നിട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് പറയാൻ സാധിക്കുമോ? കഴിയോ? ഇബ്രാഹിം നബിയൊക്കെ പറഞ്ഞതുപോലെ അൽഹംദുലില്ലാഹ്, 40 വയസ്സ് വരെ ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ജീവിച്ചല്ലോ. അങ്ങനെ പറയാൻ കഴിയോ? പറയാൻ കഴിയില്ല, ഉറപ്പാണത്. കാരണം അല്ലാഹുവിനോട് പിശാച് ചോദിച്ചു വാങ്ങിയതാണ്, റബ്ബി അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ. അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ എനിക്ക് നീ ദീർഘായുസ്സ് നൽകണം. റബ്ബി അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ. അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ എനിക്ക് ജീവിക്കാനുള്ള അവസരം തരണമെന്ന് അല്ലാഹുവിനോട് പിശാച് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, ഇന്നക മിനൽ മുൻദരീൻ. പേടിക്കണ്ട, നിനക്ക് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള അവസരം തരാം. അപ്പൊ രണ്ടാമതായി അല്ലാഹുവിനോട് പറയുന്നത്, ഫബിമാ അഗ്വൈതനി, എന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാൻ കാരണക്കാർ ആരാണോ, ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. അവരുടെ എല്ലാ വഴിയിലും ഞാൻ നിന്നുകൊണ്ട് ചൊവ്വായ പാതയിൽ നിന്ന്, നേരായ വഴിയിൽ നിന്ന് ഞാൻ അവരെ വഴി പിഴപ്പിക്കുമെന്ന് അല്ലാഹുവിനോട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പിശാച്, ഇബ്ലീസ്. അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് അല്ലേ, സ്വർഗത്തിലായിരുന്നില്ലേ ഇബ്ലീസ്? സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസിനെ പുറത്താക്കാൻ കാരണക്കാരനാരാ? ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം ആരാ? മനുഷ്യപിതാവാണ്, നമ്മുടെ ഉപ്പാപ്പയാണ്. ആര് കാരണത്താലാണോ അല്ലാഹു എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്, അവരെ ഞാൻ നേരായ വഴിയിൽ സഞ്ചരിക്കാൻ അനുവദിക്കൂല, അവരെ വഴി പിഴപ്പിക്കാൻ ഞാൻ കടന്നു വരുമെന്ന് അല്ലാഹുവിനോട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പിന്നെ പറഞ്ഞു, അവരുടെ മുന്നിലൂടെ ഞാൻ കടന്നു വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നമ്മളോടായി പറയുന്നത് 40 കഴിഞ്ഞാൽ, 50 കഴിഞ്ഞാൽ, 60 കഴിഞ്ഞാൽ പിന്നെ ഒരു വാദിന്റെ ആവശ്യമില്ല. അവരുടെ കൈകാലുകൾ അവർക്ക് വാദാണ്, അവരുടെ താടിരോമങ്ങൾ അവർക്ക് വാദാണ്, അവരുടെ തലമുടി അവർക്കൊരു വാദാണ്. വാദിന്റെ ആവശ്യമില്ല. 60 കഴിഞ്ഞാൽ പിന്നെ ഒരു വാദിന്റെ ആവശ്യമില്ല. പിന്നെ വാദ് പറയേണ്ടത് യൗവനത്തിന്റെ ചുറുചുറുപ്പിൽ രക്തം തിളച്ചുമറിയുന്ന ആവേശമുള്ള സമയത്ത് എന്ത് അവസരങ്ങൾ ഉണ്ടായാലും തെറ്റു ചെയ്യണമെന്ന് തോന്നാറുള്ള ഒരു പ്രായം. ആ പ്രായത്തിലാണ് പിശാച് പറയുന്നത്, അവരുടെ മുമ്പിലൂടെ ഞാൻ കടന്നുവരും, മുമ്പിലൂടെ കടന്നുവരും. വമിൻ ഖൽഫിഹിം, അവരുടെ പിൻഭാഗത്തുകൂടെ ഞാൻ കടന്നുവരും. വഅൻ ഐമാനിഹിം, അവരുടെ വലതുഭാഗത്തുകൂടെ ഞാൻ കടന്നുവരും. വഅൻ ശമാഇലിഹിം, അവരുടെ ഇടതുഭാഗത്തുകൂടെ ഞാൻ കടന്നുവരും. വലാ തജിദു അക്സറഹും ശാകിരീൻ, ഒരാളും നിനക്ക് നന്ദി ചെയ്യുന്നവരായി നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. അല്ലാഹുവിനോട് പറയാം. എവിടൊക്കെയായി? നമ്മുടെ 4 ഭാഗത്തും പിശാച് ചുറ്റിയിരിക്കാൻ.
മുമ്പിലുണ്ട്, പിമ്പിലുണ്ട്, വലതുഭാഗത്തുണ്ട്, ഇടതുഭാഗത്തുണ്ട്. വലാ തജിദു അക്സറഹും ഷാകിരീൻ. ഓൾമോസ്റ്റ് ബഹുഭൂരിഭാഗം ആളുകളും നിനക്ക് ശുക്ർ ചെയ്യാൻ കിട്ടൂല എന്ന് അല്ലാഹുവിനോട് മുന്നറിയിപ്പ് നൽകണം. അപ്പോഴാണ് അല്ലാഹു പറയുന്നത് ഖാല ഖുറുജു മിൻഹാ മദ്ഊമൻ മദ്ഹൂറാ. ആട്ടി ഇറക്കപ്പെട്ടവനായി ഈ സ്വർഗ്ഗത്തിൽ. യൗവനം നമ്മൾക്ക് അല്ലാഹുവിന് സമർപ്പിക്കണ്ടേ മുഅ്മിനീങ്ങളെ? നമ്മുടെ യൗവനം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കണ്ടേ? എന്താണ് വഴി? നമ്മുടെ യൗവനം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാല് ഭാഗത്തുള്ള പിശാചിനെ അകറ്റി നിർത്തണം. ഒരുപാട് വഴികളുണ്ട് പിശാചിനെ അകറ്റാൻ. ഒന്നാമത്തെ വഴി വേഗം കല്യാണം കഴിക്കണമെന്നുള്ളതാണ്. വേഗം വിവാഹം കഴിക്കണം. 22 വയസ്സായാൽ കല്യാണത്തെ കുറിച്ച് ആലോചിക്കണം. സന്തോഷായില്ലേ? ഉപ്പാക്കുമ്മാക്കൊന്നും ഈ ബോധം ഇതുവരെ വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് 28 വയസ്സായിട്ടുണ്ടാവും. നിങ്ങളുടെ കല്യാണം തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളില്ല. 22 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ആവശ്യപ്പെടാനൊക്കെ ഒരു ജാള്യത ഉണ്ടാവില്ല, ഒരു നാണുണ്ട്. അങ്ങനെ ഉപ്പാട് കല്യാണം കഴിക്കാനായി എന്നൊക്കെ പറയാം. അപ്പൊ രക്ഷിതാക്കളായ ഉപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കണം. ചെറുപ്പക്കാർക്ക് 22 വയസ്സായാൽ അവർക്ക് നിങ്ങൾ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം. എന്തിന്? പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. നബിതങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, പ്രായപൂർത്തിയെത്തിയാൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. പ്രായപൂർത്തിയെത്തിയാൽ, അങ്ങനെ പ്രായപൂർത്തിയെത്തി വിവാഹം ചെയ്തു കൊടുക്കാതെ ആ മക്കളുടെ ഭാഗത്ത് തെറ്റുവന്നാൽ ആ തെറ്റുകളുടെ പരോഹരി അല്ലാഹു മാതാപിതാക്കൾക്ക് നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്താണ് ഒരു കല്യാണം വൈകുന്നത് മൂലം ഒരാളുടെ ഭാഗത്ത് വരാനിരിക്കുന്ന തെറ്റെന്താണ്? കല്യാണം വൈകുന്നത് മൂലം ഒരാളിൽ നിന്നുണ്ടാവാൻ സാധ്യതയുള്ള തെറ്റെന്താ? നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിലേക്ക് സ്വഭാവം കൊണ്ടും അതേപോലെ ദീന് കൊണ്ടും ഇഷ്ടപ്പെട്ട ഒരു പ്രപ്പോസൽ വന്നാൽ ഉടനെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ നാട്ടിൽ ഫിത്നയുണ്ടാകും, വലിയ വലിയ ഫസാദുകൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം ഒരു പ്രപ്പോസൽ വരാണ് മോൾക്ക്. 18 വയസ്സായ ഒരു പെൺകുട്ടി. അയാൾക്ക് നല്ല ദീനുണ്ട്, സ്വഭാവമുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. പൈസയില്ല എന്ന കാരണം പറഞ്ഞ്, ജോലി റെഡി ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വിവാഹം ബന്ധിപ്പിച്ചാൽ ഫിത്നത്തുൻ വഫസാദുൻ അരീദ്, വലിയ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പിശാചിനെ അകറ്റാനുള്ള ഒരു മാർഗം മാത്രമാണ് ഞാൻ പറയുന്നത്. വേറെയും ഒരുപാട് മാർഗങ്ങളുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മൻ തസവ്വജ ബിംറഅത്തിൻ, നിങ്ങൾ വിവാഹം കഴിക്കലോടുകൂടി നിങ്ങളുടെ 4ൽ 3 ഭാഗവും അല്ലാഹു സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ പിശാചുണ്ടാകുന്നത് 4 ഭാഗത്താണ്, മുമ്പിലും പിന്നിലും വലതു ഭാഗത്തും ഇടതു ഭാഗത്തും. നബി തങ്ങൾ പറഞ്ഞു, വിവാഹം കഴിക്കലോടുകൂടി 4ൽ 3 ഭാഗവും അല്ലാഹു സംരക്ഷിക്കും. അപ്പൊ ഒരു ഭാഗത്തുള്ള പിശാചിനെ മാത്രം നോക്കിയാൽ മതി. ബാക്കി 3 ഭാഗത്തും വിവാഹം കഴിക്കലോടുകൂടി സേഫാണ്. പിശാചിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ആ ഒരു ഭാഗം ബാക്കിയുണ്ട്. ആ ഒരു ഭാഗം കൂടി പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സൗജത്തുൻ തുഈനു അഹദകും അലാ ദീനി, നിങ്ങളെ ദീനിയായ വിഷയങ്ങളിൽ സഹായിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ദീനിയായ വിഷയങ്ങളിൽ സഹായിക്കുന്ന, ദീനീ ബോധം നൽകുന്ന, ദീനീ ചിട്ടയോടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പരിപാലിക്കുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ വിവാഹം ചെയ്താൽ 4ൽ 4 ഭാഗവും അല്ലാഹു സംരക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സാത്വികരായി, നല്ലവരായി, ഈമാൻ സലാമത്തായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടത്? ഈമാൻ സലാമത്തായി, തെറ്റുകൾ വരാതെ, കണ്ണുകളിലൂടെ ഹറാമ് വരാതെ, ചെവിയിലൂടെ ഹറാമ് കേൾക്കാതെ, ലൈംഗിക അവയവങ്ങളിലൂടെ ഹറാമുകൾ സംഭവിക്കാതിരിക്കാൻ
നമ്മുടെ യൗവനത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ വിവാഹം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് സാമ്പത്തികമായി പ്രയാസമുണ്ടെങ്കിൽ ബേജാറാവണ്ട. വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇയകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹ്. നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. അവർ ദരിദ്രരാണെങ്കിൽ അവർക്ക് സമ്പത്ത് ഞാൻ നൽകാമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലാ പറഞ്ഞത്. ഇയകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹ്. നിങ്ങൾ ദരിദ്രരാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് പൈസ തരാം, അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് തരാം, അല്ലാഹു നിങ്ങളെ മുതലാളിമാരാക്കാം. പക്ഷേ ഒരു കാരണവശാലും പൈസയില്ല എന്ന് പറഞ്ഞ് വിവാഹം വൈകിക്കരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു ഏതെങ്കിലും ഒരു വാഗ്ദാനം ലംഘിച്ചതായി നിങ്ങൾക്കറിയുമോ മുഅ്മിനീങ്ങളെ? അല്ലാഹു തആല മഹദിയായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിനോട് പറഞ്ഞില്ലേ, അൽഖിഹാ ഫിൽ യമ്മി, കടലിലിടാൻ പറഞ്ഞു. ആരെ? വെള്ളത്തിലിടാൻ പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാമിനെ. എന്തിന്? ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം, നിങ്ങൾ വെള്ളത്തിലിട്ടോളൂ, ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം. ഏത് ഉമ്മയ്ക്കാണ് ധൈര്യം വരുന്നത് സ്വന്തം കുഞ്ഞിനെ ജീവനോടെ വെള്ളത്തിലേക്ക് വലിച്ചെറിയാൻ? പക്ഷേ അചഞ്ചലമായ വിശ്വാസമുള്ള മഹദിയായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവ് അല്ലാഹു പറഞ്ഞതല്ലേ എന്ന് വിശ്വസിച്ചുകൊണ്ട് വെള്ളത്തിലിട്ടു. ആ കുഞ്ഞുമോനെ അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിന് തിരിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, അല്ലാഹുവിന്റെ വാഗ്ദാനമാണത്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അല്ലാഹു ഒരു വാക്ക് തന്നാൽ പ്രിയപ്പെട്ടവരെ അല്ലാഹു ലംഘിക്കൂല. അല്ലാഹു കരാർ ലംഘിക്കുന്ന ആളല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ വാഗ്ദാനമാണിത്. എന്താണ് വാഗ്ദാനം? ഇയകൂനു ഫുഖറാ. നിങ്ങൾ ദരിദ്രരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്തു തരാം? പൈസ തരാം. പൈസയില്ല എന്ന കാരണത്താൽ ഒരു കാരണവശാലും നിങ്ങൾ വിവാഹം വൈകാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ അല്ലാഹുവിന്റെ ഹബീബും പറഞ്ഞത്, യാ മഅ്ശറശ് ശബാബ്, ചെറുപ്പക്കാരെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅ, ചെലവ് കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കണം. ചെലവെടുക്കാൻ കഴിയുമെങ്കിൽ, ഭാര്യയെ മക്കളെ പോറ്റു വളർത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണം. അതിന് നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ നിങ്ങൾ നോമ്പെടുത്തോളൂ. കാരണം നോമ്പൊരു പരിചയാണ്, നോമ്പൊരു പരിചയാണ്. എന്തിൽ നിന്നുള്ള പരിച? നോമ്പ് സ്വീകരിക്കാൻ, നോമ്പ് സ്വീകരിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് നോമ്പൊരു പരിചയാണ്. അതല്ലാതെ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി നോമ്പെടുക്കുന്നവന് നോമ്പ് പരിചയമല്ല. നമ്മളൊക്കെ നോമ്പെടുക്കുന്നത് അല്ലാഹു സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ? ആണോ? അല്ലേ? അങ്ങനല്ലേ? അല്ലാഹു സ്വീകരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടല്ലേ റമദാനിൽ 30 ദിവസം നോമ്പെടുക്കുന്നത്? നമുക്ക് ആഗ്രഹമൊന്നുമില്ലേ? നിർബന്ധത്തിന് ഏതായാലും മുസ്ലിം ആയിപ്പോയില്ലേ, എടുക്കാതെ നിവൃത്തിയില്ലല്ലോ, ഹോട്ടൽ ഉണ്ടാവില്ല, വീട്ടിൽ നിന്നാണെങ്കിൽ ഉമ്മ തിന്നാനും തരൂല, അങ്ങനെയാണല്ലോ. അല്ലാഹു നമ്മുടെ റമദാൻ സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ്. നോമ്പ് സ്വീകരിക്കാൻ 6 കാരണങ്ങളാണ് മഹാനായ ഇമാമുന ഗസാലി തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. അതിലൊന്ന്, നമ്മുടെ കണ്ണുകൾ ഹറാമിലേക്ക് പോകാൻ പാടില്ല. ഹറാമ് വരാതിരിക്കാനുള്ള പരിചയാണ് നമ്മുടെ നോമ്പ്. ഹറാമ് വരാതിരിക്കാനുള്ള പരിചയാണ് നോമ്പ്. ചെവിയിലൂടെ ഹറാമ് കേൾക്കാൻ പാടില്ല. അപ്പൊ ചെവിയിൽ ഹറാമ് സംഭവിക്കാതിരിക്കാനുള്ള പരിചയാണ് നോമ്പ്. പരിച എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അറിയില്ലേ? വാളുണ്ടാവും, പിന്നെ പിറ്റേ കയ്യിൽ വേറെ സാധനം ഉണ്ടാവും. ടിപ്പു സുൽത്താന്റെ എല്ലാം യുദ്ധങ്ങളൊക്കെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങള്. വാള് മൂരി പിടിച്ചിട്ട് കണ്ടിട്ടുണ്ടോ? എന്താ മനുഷ്യന്മാരിങ്ങള് ഒന്നും മിണ്ടാത്ത? പരിചയം എന്തെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ കാസർഗോട്ടുകാരനല്ലേ, നിങ്ങൾ കർണാടകക്കാരനല്ലല്ലോ. മഹാനായ ടിപ്പു സുൽത്താനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മാതാവ്, ഒരു സൂഫി വര്യയായ ഒരു മാതാവാണ് ടിപ്പു സുൽത്താനെ കുറിച്ച് ഷംസുൽ ഉലമ പറഞ്ഞത്. അദ്ദേഹം ഒരു വലിയാണെന്ന്, ഒരു വലിയാണ്. എക്സാമിന് ദുആ ചെയ്യണം. ആര്? മൈസൂരിലുള്ള ഒരാൾ പറഞ്ഞു എക്സാമിന് ദുആ ചെയ്യണം. അത് എന്നോടല്ലല്ലോ പറയേണ്ടത്, അവിടെ തന്നെ ഒരു വലിയുണ്ടല്ലോ, അവരോട് പറഞ്ഞ പോരെ. മഹാനായ ശംസുൽ ഉലമ ചോദിച്ചതാണ്, പ്രിയപ്പെട്ടവരെ, ഇത് വെറുതെ വലിയായതല്ല. അദ്ദേഹത്തിന്റെ മാതാവ്
വുളു ഇല്ലാതെ ടിപ്പു സുൽത്താന് പാല് കൊടുത്തിട്ടില്ലത്രേ. വുളു ഇല്ലാതെ പാല് കൊടുത്തിട്ടില്ല. മുലപ്പാല് 2 വർഷക്കാലം മുലപ്പാല് കൊടുക്കുമ്പോ ഉമ്മമാരോട് ചോദിക്കും, വുളുവോടുകൂടി കൊടുക്കാൻ എത്ര പ്രയാസമുണ്ട് എന്ന്. ഖിബ്ലയിലേക്ക് മുന്നിട്ടിട്ടാണ് പാല് കൊടുക്കാറുള്ളത്. വുളു ചെയ്യാതെ പാല് കൊടുത്തിട്ടില്ല എന്ന്. ബാംഗ്ലൂരിൽ പോയാൽ ഒരു മസ്താൻ ദർഗ കാണാം. ആ ദർഗയിൽ പോയി ദുആ ചെയ്ത് അല്ലാഹു വർഷങ്ങൾക്ക് ശേഷം തന്ന കുട്ടിയാണ് ടിപ്പു എന്നുള്ളത്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ പേരാണ് ടിപ്പു എന്ന പേര് അദ്ദേഹത്തിന് നൽകിയത്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് നൽകിയത്. അങ്ങനെ ഗർഭിണിയായത് മുതൽ മുലപ്പാല് കൊടുക്കുന്നത് വരെ പിന്നെയും വളർത്തുന്നത് ഒരു ദീനീ ചിട്ടയോടുകൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ധീരമായി പട്ടാളക്കാരുടെ മുമ്പില്, വെള്ളക്കാരുടെ മുമ്പില്, ബ്രിട്ടീഷുകാരുടെ മുമ്പില് നെഞ്ചു വിരിച്ചു മരണം വരെ പോരാടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അദ്ദേഹം പിടഞ്ഞു വീണ് മരിച്ചപ്പോ ആജ് ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ എന്ന് ബ്രിട്ടീഷുകാരെ പോലും പറയാനുള്ള കാരണം വെറുതെയല്ല. ഇന്ന് ഇന്ത്യ നമ്മുടേതാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം ഒത്തുതീർപ്പിന് തയ്യാറല്ല. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കാൻ അവർ തയ്യാറായിട്ടില്ല, മാപ്പെഴുതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ബ്രിട്ടീഷുകാർക്ക് ഈ നമ്മുടെ മേഖലകളിൽ ആകെ പേടിയുണ്ടായിരുന്നത് ഹൈദർ അലി ഖാന്റെയും ടിപ്പു സുൽത്താന്റെയും ഭരണമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് അങ്ങനെ ഒരു കരുത്തു കിട്ടി എന്ന് ചോദിച്ചാൽ ആ മാതാവിന്റെ പ്രാർത്ഥനയാണ്, ആ മാതാവിന്റെ സൂക്ഷ്മതയാണ്. അതേപോലെ ഇനിയും ഒരുപാട് ടിപ്പുമാര് കടന്നു വരണമെങ്കിൽ, ഇനിയും ഒരുപാട് നേതാക്കന്മാർ ഇതിഹാസങ്ങൾ കടന്നു വരണമെങ്കിൽ ദീനിയായ വിഷയങ്ങളിൽ മക്കൾക്കും ഭാര്യയ്ക്കും സഹായം നൽകുന്ന ഭാര്യമാര് നമ്മൾക്കുണ്ടാവണം. എങ്കിലേ ഇതിഹാസങ്ങളായ മക്കൾ ഉണ്ടാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദീനിയായ വിഷയങ്ങളിൽ മക്കൾക്കും ഭർത്താവിനും സഹായം നൽകുന്ന ഭാര്യമാരുണ്ടാവണം. ഭൗതികമായ വിഷയങ്ങളെ കുറിച്ചല്ല ചർച്ച, ദീനിയായ വിഷയങ്ങളിൽ. وهل يرجى لأطفال كمال إذا ارتلعوا ثديا ناقصات. വിവരമില്ലാത്ത ഉമ്മമാര് മുലപ്പാല് തന്നാൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അതിൽ നിന്നുള്ള മക്കൾ ഇതിഹാസങ്ങളാകുന്നത്? വഹൽ യുർജാ ലിഅത്ഫാലിൻ സ്വലാഹു ഇദാ നശഉ ബിഹുൽനിൽ ജാഹിലാത്തി. വിവരമില്ലാത്ത, ദീനീബോധമില്ലാത്ത ഉമ്മമാരുടെ മടിത്തട്ടിൽ വളരുന്ന മക്കൾ എങ്ങനെയാണ് പരിപൂർണരായ ഇതിഹാസങ്ങളും നേതാക്കന്മാരുമായി മാറുന്നത്? ഉമ്മമാര്, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന നമ്മുടെ ഭാര്യമാരെ അവര് ദീനീബോധമുള്ളവരാകണമെന്ന് ഇസ്ലാം പറഞ്ഞത് വെറുതെയല്ല. കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ നന്നായിക്കോളാം, ഞാൻ നന്നാക്കിക്കോളാം, ഞാൻ പറഞ്ഞതുപോലെ എന്റെ ഭാര്യയെ ഞാൻ വരച്ച വരയിൽ നിർത്തിക്കോളാം എന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ തോന്നുകയാണെങ്കിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. അങ്ങനെ സാധിക്കൂല, ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ 950 വർഷക്കാലം വഅദ് പറഞ്ഞ് സ്വന്തം ഭാര്യയെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന് നന്നാക്കാൻ സാധിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, വിവാഹം കഴിക്കുന്നതിനും മുമ്പേ ദീനീ ബോധമുള്ള ഭാര്യമാരെ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞത് വെറുതെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നോമ്പ് സ്വീകരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെയല്ലയോ നമ്മൾ നോമ്പെടുക്കുന്നത്? ആ നോമ്പ് കണ്ണുകൾ ഹറാമിലേക്ക് പോയാൽ നോമ്പ് സ്വീകരിക്കൂല. ചെവികളിലൂടെ ഹറാം കേട്ടാൽ അല്ലാഹു നോമ്പ് സ്വീകരിക്കൂല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മൾ തുറന്നാൽ ഹറാം കാണുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത്തരം ആപ്പുകളും അത്തരം സോഷ്യൽ മീഡിയകളും നമ്മൾ ഡിലീറ്റ് ചെയ്യുക പരിശുദ്ധമായ റമദാൻ കഴിയുന്നത് വരെ. കാരണം ഒരു കണ്ണിന്റെ സ്വഭാവം, ഒരു ഹറാമ് കണ്ടാൽ അതിന്റെ പിന്നാലെ കൂടലാണ് നമ്മുടെ കണ്ണുകളുടെ സ്വഭാവം. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ കഴിയുന്നത് വരെ നമ്മുടെ പരിശുദ്ധ റമദാനിലെ നോമ്പുകൾ സ്വീകരിക്കപ്പെടണമെന്നുള്ള താല്പര്യത്തോടെ ഹറാമ് കാണാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. റമദാൻ വരാനായില്ലേ, ഒരു 20 ദിവസമല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കണ്ണുകൊണ്ട് ഹറാമ് കണ്ടാൽ, ചെവി കൊണ്ട് ഹറാമ് കേട്ടാൽ, നാവ് കൊണ്ട് ഹറാമ് സംസാരിച്ചാൽ, മറ്റുള്ളവരെ ചീത്ത പറയുകയോ മറ്റുള്ളവരെ കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടാക്കുകയോ നുണ പറയുകയോ ചെയ്താൽ അല്ലാഹു നമ്മുടെ നോമ്പ് സ്വീകരിക്കൂല എന്ന് മഹാനായ ഇമാമുനാ ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്.
പിന്നെ പറഞ്ഞത് കൈകൾ കൊണ്ട് കാലുകൾ കൊണ്ട് ഹറാമ് ചെയ്യാനോ ഹറാമിലേക്ക് നടക്കാനോ പാടില്ല. പിന്നെ പറഞ്ഞു നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. നോമ്പ് തുറക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇതുവരെ പട്ടിണി കിടന്നതുകൊണ്ട് ആഗ്രഹം കൊണ്ട് അത്യാഗ്രഹം കൊണ്ട് 4-5 ഗ്ലാസ് ഒക്കെ തണുത്ത ജ്യൂസുകൾ നമ്മൾ കഴിക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് വീണ്ടും ഭക്ഷണം കഴിച്ച് തറാവീഹിന് പോയാൽ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് മര്യാദക്ക് തറാവീഹ് നിസ്കരിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഹലാലായ ഭക്ഷണം വയറ് നിറയെ കഴിക്കുന്നത് പോലും നമ്മുടെ നോമ്പുകൾ അല്ലാഹു തിരസ്കരിക്കാനുള്ള കാരണമാകും, സ്വീകരിക്കാതെ തള്ളിക്കളയാനുള്ള കാരണമാകുമെന്ന് ഞാനല്ല പറഞ്ഞത്. ഒരു നൂറ്റാണ്ടിന്റെ മുജദ്ദിദായ മഹാനായ ഇമാം ഗസാലി തങ്ങളാ പറഞ്ഞത്. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന് തത്തുല്യരായ ഒരു പണ്ഡിതന്മാർ വന്നിട്ടേ ഇല്ല മുഅ്മിനീങ്ങളെ ഈ ലോകത്ത്. എല്ലാ ഫീൽഡിലും അവഗാഹമുള്ള ഫിഖ്ഹിലുണ്ട്, ഹദീസിലുണ്ട്, ഫിലോസഫിയിലുണ്ട്, അഖീദയിലുണ്ട്, തസവ്വുഫിലുണ്ട്, എല്ലാ മേഖലകളിലും അവഗാഹമുള്ള പാണ്ഡിത്യമുള്ള പ്രാവീണ്യമുള്ള ഇതുപോലൊരു പണ്ഡിതൻ പിന്നെ ലോകത്ത് വന്നിട്ടേ ഇല്ല. ആ ഗസാലി ഇമാമാണ് പറയുന്നത് കണ്ണുകൾ കൊണ്ടുള്ള ഹറാമുകൾ നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമാകും. അപ്പൊ നോമ്പൊരു പരിചയാണ്. നോമ്പ് പരിചയാണ്. എന്തിൽ നിന്ന്? ഹറാമ് കാണുന്ന കണ്ണിനെ നിയന്ത്രിക്കാനുള്ള പരിചയാണ്. ഹറാമ് കേൾക്കുന്ന ചെവിയെ, ഹറാമ് ചെയ്യുന്ന കൈകളെ, കാലുകളെ, വേറെ നിറയെ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് പോലും നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള പരിചയാണ് നോമ്പ്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിൽ നോമ്പെടുക്കുമ്പോൾ നമ്മുടെ നോമ്പ് സ്വീകരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ എടുക്കണം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് യാ മഅ്ശറ ശബാബ്, ഓ ചെറുപ്പക്കാരെ, ഓ ചെറുപ്പക്കാരെ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ, ചെലവ് കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നേരത്തെ വിവാഹം ചെയ്യണം. അങ്ങനെ വിവാഹം ചെയ്താൽ നിങ്ങളുടെ കണ്ണുകളെ, നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലെങ്കിൽ നിങ്ങൾ നോമ്പെടുത്തോളൂ. അപ്പൊ നമ്മൾ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, യുവതികളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ഇന്നല്ലാഹ യുഹിബ്ബുശ്ശാബത്തായിബ്, അല്ലാഹുവിന് തൗബ ചെയ്യുന്ന യുവാക്കളെ ഇഷ്ടമാണ്. തൗബ ചെയ്യുന്ന യുവാക്കളെ അല്ലാഹുവിന് ഇഷ്ടമാണ്. തൗബ ചെയ്യുമ്പോൾ ഒരുപാട് തെറ്റുകൾ നമ്മളിൽ വന്നിട്ടുണ്ടാകും. തൗബ ചെയ്യണമെങ്കിൽ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാകും. അങ്ങനെ തൗബ ചെയ്യുന്ന യുവാക്കളെ അല്ലാഹുവിന് ഇഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിനോട് ഒരിക്കലും ധിക്കാരം കൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളാരും അല്ലാഹുവിനെ വെല്ലുവിളിച്ചതുവരെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവൂല. അല്ലാഹുവിനെ നിഷേധിച്ചൊരു തെറ്റും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടാവൂല. അല്ലാഹുവിനോടുള്ള അഹങ്കാരം കൊണ്ട്, ധിക്കാരം കൊണ്ട് ഒരു തെറ്റും ഇന്ന് വരെ നമ്മൾ ആരും ചെയ്തിട്ടുണ്ടാവൂല. ഒന്നുകിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നത് അറിയാതെ വന്നു പോയതാണ്, അല്ലാഹു പുറത്തു തരട്ടെ. അല്ലെങ്കിൽ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, പക്ഷേ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹറാമ് കാണുമ്പോൾ തെറ്റാണെന്നറിയാം, പക്ഷേ ആ സമയത്ത് വികാരം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഹറാമ് ചെയ്യുമ്പോൾ തെറ്റാണെന്നറിയാം, അല്ലാഹുവിനോടുള്ള വെല്ലുവിളിയല്ല, നിഷേധമല്ല, ധിക്കാരമല്ല, അഹങ്കാരമല്ല, ഹറാമാണെന്നറിഞ്ഞിട്ടും നമ്മൾ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നുപോയ തെറ്റുകളല്ലേ. അതേപോലെ പടച്ചവനോട് നമ്മൾ പറയണം, അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീ ഞങ്ങളുടെ റബ്ബാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹില്ല റബ്ബേ. ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ് റബ്ബേ. വ അന അലാ അഹ്ദിക വ ബഅദിക മസ്തതഅതു, അല്ലാഹുവേ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞതുപോലെ ജീവിക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ട് റബ്ബേ. വ അന അലാ അഹ്ദിക വ ബഅദിക മസ്തതഅതു, അല്ലാഹുവേ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞതുപോലെ ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടുണ്ട് റബ്ബേ. വ അന അലാ അഹ്ദിക വ ബഅദിക മസ്തതഅതു, അതുകൊണ്ട് റബ്ബേ അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി, ഞാനൊരു കുറ്റക്കാരനാണ്, ഞാനൊരു തെറ്റുകാരനാണ്, എന്റെ ഭാഗത്ത് തെറ്റ് വന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു റബ്ബേ. തെറ്റുകളെ ഞാൻ നിഷേധിക്കുന്നില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല. ഫഗ്ഫിർലി, അതുകൊണ്ട് എനിക്ക് നീ പൊറുത്തു താ അല്ലാഹ്. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പൊറുത്തു തരാൻ വേറെ ഒരാളില്ല അല്ലാഹ്.
നിങ്ങളെ നമ്മുടെ യൗവനം ഒരു തെറ്റു വരുമ്പോൾ ഞാൻ ആകെ മോശക്കാരനായി മാറി, ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള നിരാശയുണ്ടാവാൻ പാടില്ല. ജീവിതത്തിൽ തെറ്റുകൾ വരാത്തവരാരാ ഉള്ളത്? അള്ളാഹുവിന്റെ ഹബീബല്ലാത്ത, ഹബീബിന്റെ ശേഷം തെറ്റുകൾ സംഭവിക്കാത്തവരാരാണ്? മഅസൂമീങ്ങൾ ആരാണ്? ലോകത്ത് അവസാനം വന്ന മഅസൂം അത് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് തെറ്റുകൾ വരുമ്പോൾ തൗബ ചെയ്യണമെന്ന് നിരന്തരമായി അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തൗബ ചെയ്യുമ്പോൾ നമ്മൾക്ക് അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയുണ്ടാകും, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ആഗ്രഹമുണ്ടാകും. നേരെ മറിച്ച് തൗബ ചെയ്യാതെ ഞാൻ ആകെ മോശക്കാരനായി, എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ചിന്ത വരുമ്പോൾ കൂടുതൽ കൂടുതൽ തെറ്റു ചെയ്ത് നമ്മുടെ ഖൽബുകളിലേക്ക് ഇങ്ങനെ കറുത്ത പാടുകളുണ്ടായി അവസാനം തെറ്റേതാണ് നന്മ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലം, തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകും. ഇപ്പൊ നമ്മൾക്ക് തെറ്റു ചെയ്തു എന്ന ബോധമില്ലേ? കുറച്ചു കഴിഞ്ഞാൽ ആ കറുത്ത പാടുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു നൽകി കഴിഞ്ഞാൽ, ഞാൻ തെറ്റ് ചെയ്തോ, അത് തെറ്റാണോ, അതെന്റെ ഇഷ്ടമല്ലേ, എന്റെ വസ്ത്രം എന്റെ ഇഷ്ടമല്ലേ, എന്റെ സെക്സ് എന്ന് പറയുന്നത് എന്റെ ചോയ്സ് അല്ലേ, ഞാൻ എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലയോ, ഞാൻ ആരോട് മിണ്ടണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലയോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അതുകൊണ്ട് യുവാക്കളോട്, യുവതികളോട് പറയാനുള്ളത്, നമ്മുടെ ഭാഗത്ത് തെറ്റു വന്നു പോയിട്ടുണ്ട് എന്ന് 100% ഉറപ്പ് തന്നെയാണ്. പക്ഷെ എത്ര വലിയ തെറ്റു ചെയ്താലും ഒരു സെക്കൻഡ് കൊണ്ട് അള്ളാഹുവിന്റെ വലിയായി മാറാൻ നമ്മൾക്ക് സാധിക്കും. സെക്കൻഡ് കൊണ്ട്. അതിനൊരുപാട് സമയം ആവശ്യമില്ല, ഒരുപാട് കാലഘട്ടങ്ങളുടെ ആവശ്യമില്ല. എന്താണ് അള്ളാഹുവിന്റെ വലി എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ എപ്പോഴാണ് എന്നിലേക്ക് അടുക്കുന്നത്? സുന്നത്തുകൾ ഒരുപാട് ചെയ്യുമ്പോഴാണ് മനുഷ്യൻ എന്നിലേക്ക് അടുക്കുന്നത്. സുന്നത്തുകൾ ചെയ്ത് 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 അപ്പോഴാണ് ഞാൻ അവനിലേക്ക് അടുക്കുന്നത്, അവൻ എന്നിലേക്ക് അടുക്കുന്നത്. അങ്ങനെ സുന്നത്തുകൾ ചെയ്താൽ അവന്റെ കണ്ണ് ഞാനായി മാറും, അവന്റെ കാല് ഞാനായി മാറും, അവന്റെ ചെവി ഞാനായി മാറും, അവന്റെ നാവ് ഞാനായി മാറും, അവന്റെ ശരീരം തന്നെ ഞാനായി മാറുമെന്ന് വളരെ സ്വഹീഹായ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത മേഖലയല്ല. ഇവിടെ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഔലിയ എന്ന് പറയുന്ന മഹത്തായ പദവിയിലേക്ക് എത്താൻ കഴിയും. മഹാനായ മാലിക് ഇബ്നു ദീനാർ എന്ന് പറയുന്ന ഒരു സൂഫി വര്യനുണ്ട്. അദ്ദേഹത്തിന്റെ ഗതകാലം എന്ന് പറയുന്നത്, ബയോഗ്രഫി എന്ന് പറയുന്നത് കള്ള് കുടിച്ച് തോന്നിവാസിയായി ജീവിച്ച ബയോഗ്രഫിയാണ്, ജീവചരിത്രമാണ്. മാലിക് ദീനാർ എന്ന് പറയുന്ന ഏകദേശം ഹിജ്റ 700-ലോ 800-കളിലോ ജീവിച്ച ഒരാൾ വലിയ സൂഫി വര്യനായി പിന്നെ മാറുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം, യൗവനം തോന്നിവാസത്തിലായിരുന്നു, കള്ള് കുടിച്ച് നടക്കുകയായിരുന്നു, നാട്ടിലെ വലിയ ചമ്മാടിയായിരുന്നു, നാട്ടിലെ വലിയ തോന്നിവാസിയായിരുന്നു. ഒരായത്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ഏതാണ് ആ ആയത്തെന്നറിയോ? അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി ഓ വിശ്വാസികളെ, അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമായിട്ടില്ലേ? കളി നിർത്താനുള്ള സമയമായിട്ടില്ലേ? തോന്നിവാസം നിർത്താനുള്ള സമയമായിട്ടില്ലേ? വ്യഭിചാരവും പലിശയും മയക്കുമരുന്നും കഞ്ചാവുമെല്ലാം നിർത്തി അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമായിട്ടില്ലേ? പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കണ്ട് ഖുർആനിലേക്ക് മടങ്ങാനുള്ള സമയമായിട്ടില്ലേ? ഈ ആയത്ത് കേട്ടപ്പോൾ
എപ്പോഴാണ് സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന മഹാനായ മാലിക് ദീനാർ എന്നവർ പള്ളിയിലേക്ക് പോയി ഒരു ആത്മീയ ജീവിതം നയിക്കാൻ തുടങ്ങുന്നത്? അദ്ദേഹത്തിന്റെ കുഞ്ഞാണ്, അദ്ദേഹത്തിന്റെ മകളാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള കാരണം, കല്യാണം കഴിക്കാനുള്ള പ്രായമായപ്പോൾ ആരും അദ്ദേഹത്തിന് പെണ്ണ് കൊടുക്കുന്നില്ല. എങ്ങനെയാ പെണ്ണ് കൊടുക്കുക? നാട്ടിലുള്ള കുടിയനാണ്, ചമ്മാടിയാണ്, അക്രമിയാണ്, ഗുണ്ടാ സംഘങ്ങളുടെ നേതാവാണ്. ആരാ പെണ്ണ് കൊടുക്കുക? ചില ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്, ആരും പെണ്ണ് കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു അടിമയെ ക്യാഷ് കൊടുത്തുകൊണ്ട് അടിമയെ വാങ്ങിച്ചു. എന്നിട്ട് ആ അടിമയെ മോചിപ്പിച്ചു സ്വതന്ത്രയാക്കി. എന്നിട്ട് ആ അടിമ സ്ത്രീ സ്വതന്ത്രയായപ്പോൾ അവളെ വിവാഹം ചെയ്തു എന്നൊക്കെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ ആ ഭാര്യയിൽ നിന്ന് ഒരു കുട്ടിയുണ്ടായി, ഫാത്തിമ എന്ന പേരിട്ടു. ആ ഫാത്തിമ എന്ന കുട്ടി കാരണത്താൽ തോന്നിവാസങ്ങളെല്ലാം നിർത്തി, കള്ളുകുടി നിർത്തി, ചങ്ങാതിമാരുമായിട്ടുള്ള ബന്ധം നിർത്തി. ചങ്ങാതിമാരാണ് പലരെയും തോന്നിവാസങ്ങളിലേക്ക് നയിക്കുന്നത്. 2 ചങ്ങാതിമാരുണ്ട്, പ്രിയപ്പെട്ടവരെ, 2 സുഹൃത്തുക്കളുണ്ട്. നാളെ പാരത്രിക ലോകത്തെത്തിയാൽ സുഹൃത്തുക്കളിൽ ചില ആളുകൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലാണ് ഇത് പറയുന്നത്. ഖിയാമത്ത് നാളായാൽ, ലോകാവസാനമായാൽ, നാളെ പാരത്രിക ലോകത്തെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ചങ്ങാതിമാർ നിങ്ങളുടെ ശത്രുവായി മാറുന്ന കാലമാണ്. സിനിമക്ക് നിങ്ങളെ കൊണ്ടുപോയവർ, വ്യഭിചരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചവരെ, അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഡീലർഷിപ്പ് നിങ്ങളെ ഏൽപ്പിച്ചവരെ, കള്ള് കുടിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചവരെ, തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചവരെ, ഇതുപോലെയുള്ള തമ്മാടി കൂട്ടങ്ങളായ ചങ്ങാതിമാർ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാകാം, നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടാവാം. ആ ചങ്ങാതിമാര് നാളെ പാരത്രിക ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയും. നീ കാരണമാണ് ഞാൻ തെറ്റുകാരനായത്, നീയാണ് എന്നെ ആദ്യമായി സിനിമ കാണിച്ചത്, നീയാണ് എന്നെ പ്രേമിക്കാൻ പഠിപ്പിച്ചത്, നീയാണ് എന്നെ വ്യഭിചരിക്കാൻ കൊണ്ടുപോയത്, നീയാണ് എന്നെ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയാക്കി മാറ്റിയത്, അതുകൊണ്ട് നീ കാരണത്താലാണ് ഞാൻ മോശമായത് എന്ന് ചങ്ങാതിമാര് പരസ്പരം പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, കമസലി ശൈത്വാൻ ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ, പിശാചിനെ പോലെ, ശൈത്താന്മാരെ പോലെ, ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ, അവർ മനുഷ്യരോട് പറഞ്ഞു നിങ്ങൾ സത്യനിഷേധിയാവണം, അല്ലാഹു ഇല്ല, മതനിരാസം നിങ്ങളുടെ തലയിലേക്ക് ഇട്ടു തന്നു, ദൈവനിഷേധം നിങ്ങളിലേക്ക് ഇട്ടു തന്നു, അല്ലാഹുവിനെ നിഷേധിക്കുന്ന ഒരു നിരീശ്വരവാദിയാക്കി മാറ്റി. ഉക്ഫുർ, അല്ലാഹുവിനെ നിഷേധിച്ചോളൂ. ഇങ്ങനൊരു റബ്ബില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് കോളേജുകളിൽ നിന്ന്, ക്യാമ്പസുകളിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. ആരാണ് നിങ്ങളുടെ തലയിലേക്ക് ഇട്ടത്? പിശാചാണ്. അങ്ങനെ പിശാചിന്റെ ദുരുപയോഗം കാരണത്താൽ, ദുർബോധനം കാരണത്താൽ, വസ്വാസ് കാരണത്താൽ നിങ്ങൾ നിങ്ങളുടെ തലയിലുള്ള തട്ടമെടുത്തു മാറ്റി, തലയിൽ നിന്ന് തട്ടമെടുത്തു മാറ്റി. പ്രിയപ്പെട്ടവരെ, എക്സ് മുസ്ലിമായി നിങ്ങൾ മാറുന്നുണ്ടല്ലോ. തട്ടമില്ലാത്ത പെണ്ണായി മാറി, തട്ടത്തിൻ മറയത്തിൽ നിന്ന് തട്ടമില്ലാത്ത പെണ്ണായി നിങ്ങൾ മാറുന്നുണ്ട്. എക്സ് മുസ്ലിമായി നിങ്ങൾ മാറുന്നുണ്ട്. അള്ളാഹുവിനെ നിങ്ങൾ നിഷേധിക്കാൻ തുടങ്ങുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ നിങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ട്. ഇതൊക്കെ കാരണക്കാരൻ പിശാച് തന്നെയാണ്. എന്നാൽ നാളെ മഹ്ശറ ലോകത്ത് നമ്മൾ എത്തുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, പിശാച് പറയുമത്രേ, ഫലം നമ്മൾ പിശാചിനെ വഴിപ്പെട്ടു കഴിഞ്ഞാൽ, പിശാചിനെ അനുസരിച്ചു കഴിഞ്ഞാൽ, ഖാല ഇന്നി ബരീഉം മിൻക, ഞാനില്ല നിന്റെ കൂടെ. പിശാച് പറയും എത്രേ, ഞാനില്ല നിന്റെ കൂടെ. ഇന്നി ബരീഉം മിൻക, ഞാൻ നിന്നിൽ നിന്ന് മാറി നിൽക്കുകയാണ്, ഞാനില്ല നിന്റെ കൂടെ. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, എനിക്ക് റബ്ബിനെ പേടിയുണ്ട് എന്ന് പിശാച് പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അഥവാ നമ്മെ വഴികേടിലേക്ക് നയിച്ചത് പിശാചാണ്, നിരീശ്വരവാദിയാക്കിയത് പിശാചാണ്, അല്ലാഹുവിനോടുള്ള ധിക്കാരം കാണിക്കാൻ പ്രേരിപ്പിച്ചത് പിശാചാണ്. എന്നിട്ട് നമ്മൾ തമ്മാടിയായി കഴിഞ്ഞാൽ പിശാച് നമ്മളിൽ നിന്ന് മാറി നിന്ന് അടുത്ത ആളിലേക്ക് പോവുകയാണ്. എന്നിട്ട് നമ്മളോട് പറയുന്നത്, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, എനിക്ക്
നിനക്ക് അല്ലാഹുവിനെ പേടിയാണ്, ഞാൻ നിന്റെ കൂടെയില്ല എന്ന് പറഞ്ഞ് പിശാച് അയാളിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഫകാന ആഖിബതഹുമാ അന്നഹുമാ ഫിന്നാർ. രണ്ടുപേർക്കും അല്ലാഹു നൽകുന്ന ശിക്ഷ, രണ്ടുപേരും നരകത്തിലാണ്. പിശാചും നരകത്തിലാണ്, പിശാചിനെ വഴിപ്പെട്ടവനും നരകത്തിലാണ്. ഖാലിദൈനി ഫീഹാ, ആ നരകത്തിൽ അവർ ശാശ്വതരാണ്. ഖാലിദൈനി ഫീഹാ, ശാശ്വതരെന്ന് പറഞ്ഞാൽ പിന്നെ സ്വർഗ്ഗത്തിലേക്ക് എത്താൻ കഴിയില്ല. വദാലിക ജസാഉൽ ളാലിമീൻ, അക്രമികളായ ആളുകൾക്ക് അല്ലാഹു നൽകാൻ പോകുന്ന ശിക്ഷയാണത്രേ ഇത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ തയ്യാറാവുക. ലഹരിയിലേക്ക് നയിക്കുന്ന ഫ്രണ്ട്സ് നമ്മൾക്ക് വേണ്ട. ചങ്ങാതിമാരാണ്, ലോകത്തുള്ള എല്ലാവരെയും തെറ്റിലേക്ക് ക്ഷണിക്കുന്നത് ചങ്ങാതിമാരാണ്. വീട്ടിൽ നിന്നല്ലല്ലോ നിങ്ങൾക്ക് സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയത്, നിങ്ങളുടെ ജ്യേഷ്ഠന്മാരല്ലയോ? അല്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരിമാരെ, കോളേജിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് പർദ്ദ മാറ്റി സിനിമയിലേക്ക് പോകുമ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്തത്, നിങ്ങളെ നയിച്ചത് നിങ്ങളുടെ വീട്ടിലുള്ള ജ്യേഷ്ഠന്മാരല്ലല്ലോ, നിങ്ങളുടെ സുഹൃത്തുക്കളല്ലേ? നിങ്ങളെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ആദ്യമായി പഠിപ്പിച്ചത് നിങ്ങളുടെ സുഹൃത്തുക്കളല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ മോശമായി കഴിഞ്ഞാൽ അവന് കൈമലർത്തും, എനിക്കറിയില്ല, ഞാൻ നിങ്ങളുടെ കൂടെയില്ല. എന്നാൽ ആഖിറത്തിലെത്തിയാൽ രണ്ടുപേരും നരകത്തിലായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നാൽ അർശിന്റെ തണൽ ലഭിക്കുന്ന രണ്ട് ചങ്ങാതിമാരെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. വറജുലാനി ഫില്ലാഹിൽ കരീമി തഹാബബാ ബിഹാലി ഇഫ്തിറാഖിൻ മിൻഹുമാ വവിസാലി. രണ്ട് ചങ്ങാതിമാരുണ്ട്, രണ്ട് സുഹൃത്തുക്കളുണ്ട്. അവർ സ്നേഹിച്ചത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, അവർ ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ഇഷ്ടപ്പെടാനുള്ള കാരണം അയാൾ നിങ്ങളൊരു ദീനീ ബോധമുള്ള ആളായതുകൊണ്ട് നിങ്ങളോട് ഇഷ്ടം തോന്നി. അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന രണ്ട് ചങ്ങാതിമാർക്ക് അല്ലാഹു നാളെ അർശിന്റെ തണൽ നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. നബി തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും മുഅ്മിനാകാൻ പോകുന്നില്ല ഏതുവരെ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ. പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾ ആരും മുഅ്മിനാവൂല. മുഅ്മിനായാലേ അല്ലാഹു നമ്മൾക്ക് സ്വർഗ്ഗം നൽകുള്ളൂ. മുഅ്മിനാവാനുള്ള വഴി എന്താണ്? പരസ്പരം അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല ചങ്ങാതിമാരുണ്ടായാൽ പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സുഹൃത്തുക്കളുണ്ടാവും, മോശപ്പെട്ട തിന്മയിലേക്ക് നയിക്കുന്ന തെമ്മാടികളായ സുഹൃത്തുക്കളല്ല. മാലിക് ദീനാർ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ പ്രശ്നം എന്താ? ഇയാളുടെ കൂട്ടുകാരൊക്കെ തെമ്മാടികളാണ്, കള്ളു കുടിക്കുന്നവരാണ്, വ്യഭിചരിക്കുന്നവരാണ്, പലിശ തിന്നുന്നവരാണ്, അക്രമികളാണ്. പക്ഷേ അവരിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങി. ഒരു കുട്ടിയുണ്ടായപ്പോൾ കുട്ടിയുടെ കൂടെ കളിക്കാൻ തുടങ്ങിയപ്പോ എല്ലാ തെറ്റുകളും നിർത്തിയ മൂപ്പര് നന്നായി, നല്ലൊരു മനുഷ്യനായി. പെട്ടെന്നാണ് ഒരു 3 വയസ്സാകുമ്പോൾ അദ്ദേഹത്തിന്റെ കുഞ്ഞ് മരിച്ചു പോകുന്നത്. 3 വയസ്സാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഫാത്തിമ എന്ന പേരുള്ള ആ പൊന്നോമന മകൾ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ടെൻഷൻ കാരണം വീണ്ടും ചങ്ങാതിമാരെ സമീപിക്കുകയാണ്. വീണ്ടും പഴയതുപോലെ തെമ്മാടിയായി ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ കള്ള് കുടിച്ച് 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 മൂക്കറ്റം വരെ കുടിച്ച് ബോധം കെട്ട് കിടക്കുമ്പോഴാണ് ഒരു സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിൽ അയാൾ കണ്ടത് അദ്ദേഹത്തെ പിന്നാലെ നരകത്തിലേക്ക് ഓടിച്ചു വരുന്ന വലിയൊരു സർപ്പത്തെയാണ്, ഒരു പാമ്പിനെയാണ്. ഓടി 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 നരകത്തിന്റെ മുന്നിലെത്തി. എവിടെ നിന്നും ഓടി അവസാനം തന്റെ പിഞ്ചോമന പൈതലായ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിയും വേറെയും ഒരുപാട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലഞ്ചെരുവിലേക്ക് എത്തി. ആ മലഞ്ചെരുവിലേക്ക് എത്തിയപ്പോൾ മക്കളെല്ലാവരും പറഞ്ഞു, ഫാത്തിമ നിന്റെ ഉപ്പയല്ലയോ അത്? ആ ഉപ്പയെ നിനക്ക് രക്ഷപ്പെടുത്തിക്കൂടെ? പിന്നാലെ കടിക്കാനും വിഴുങ്ങാനും വരുന്ന ഭീമാകാരമായ സർപ്പമുണ്ട്. ആ മകൾ ഉപ്പയെ കോരിയെടുത്ത് മടിയിലേക്ക് വെക്കുന്നുണ്ട്. ആ മടിയിൽ വെച്ചിട്ട് ഉപ്പയുടെ ചെവിയിലൂടെ ഓതിക്കൊടുത്ത ആയത്താണ് അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയമായിട്ടില്ലേ ഉപ്പ? ഇത് കേട്ടപ്പോൾ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. ബലാ വഖദ് ആൻ,
ആയിട്ടുണ്ട്, നന്നാവാനുള്ള സമയമായിട്ടുണ്ട്. വേറെ ഒന്നും ആലോചിക്കാതെ കുളിച്ചു, വുളു ചെയ്തു, നിസ്കരിക്കാൻ തുടങ്ങി. വാങ്കിന്റെ വിളി കേട്ടപ്പോൾ പള്ളിയിലേക്ക് പോയി ജമാഅത്തിൽ പങ്കെടുത്തു. സുബഹി നിസ്കാരത്തിന്റെ 1ാമത്തെ റക്അത്തിൽ പള്ളിയുടെ ഇമാം ഓതിയ ആയത്തും ഇതേ ആയത്താണ്. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? ആരെയാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത്? ബാദിറൂ ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം. എന്തിനെയാണ് കാത്തിരിക്കുന്നത്? ആരെയാണ് കാത്തിരിക്കുന്നത്? വൃദ്ധനാവാനാണോ കാത്തിരിക്കുന്നത്? വയസ്സനായിട്ട് നന്നാവാമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? വയസ്സാകുന്നതിനു മുമ്പേ എത്രയെത്ര ചെറുപ്പക്കാരാ മരിച്ചുപോയത്. അവരും കൊതിച്ചിട്ടില്ലേ വയസ്സായതിനു ശേഷം നന്നാവാമെന്ന്? പക്ഷെ നന്നാവാൻ അവസരമില്ല, അവര് മരിച്ചുപോയില്ലേ? എന്തിനാ നിങ്ങളെ കാത്തിരിക്കുന്നത്? രോഗം വരാനാണോ? രോഗിയായാൽ തൗബ ചെയ്ത് നന്നാവാമെന്നാണോ? രോഗം വരുന്നതിനു മുമ്പേ എത്രയെത്ര ആളുകൾ ആക്സിഡന്റിലൂടെ മരിച്ചു പോയിട്ടുണ്ട്. ഉറങ്ങാൻ കിടന്ന ചെറുപ്പക്കാര് മരിച്ചു പോയിട്ടുണ്ട് അറ്റാക്കിലൂടെ, ഒരു രോഗത്തിന്റെ ലക്ഷണം പോലും ഇല്ലാതെ. അങ്ങനെ മരിച്ചുപോയാൽ നന്നാവാൻ നമ്മൾക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? പിന്നെ എന്തിനെയാ നിങ്ങൾ കാത്തിരിക്കുന്നത്? ദാരിദ്ര്യം വരാനാണോ? ദാരിദ്ര്യം വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. പിന്നെ നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടമായിരിക്കും. പിന്നെ എന്തിനെയാ നിങ്ങൾ കാത്തിരിക്കുന്നത്? ദജ്ജാലിനെയാണോ? ദജ്ജാൽ വന്നാൽ അല്ലാഹു തൗബ സ്വീകരിക്കൂല കേട്ടോ. ദജ്ജാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു തൗബ സ്വീകരിക്കൂല. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, ഈ കേരളക്കരയിലുള്ള ചില ആളുകൾ തന്നെ പറയുന്നുണ്ട്, മഹ്ദി ഇമാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്ന 1 2 3 ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹു അലം. മഹ്ദി ഇമാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രഭാഷണം നടത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വന്നാൽ ലോകാവസാനത്തിന് ഇനി സമയമുണ്ടോ? മഹ്ദി ഇമാമിന് 40 വയസ്സായാൽ മഹ്ദി ഇമാം കടന്നു വരൂലേ? പിന്നെ ദജ്ജാലിന്റെ കാലമായി, ഈസാ നബിയുടെ കാലമായി, ലോകാവസാനമായി. അല്ലാഹു അലം. അങ്ങനെ പറയുന്നത് കേട്ടു എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, ദജ്ജാലിനെയാണോ കാത്തിരിക്കുന്നത്? ദജ്ജാൽ വന്നാൽ അല്ലാഹു ഒരാളുടെ തൗബയും സ്വീകരിക്കൂല. അതല്ല, ലോകാവസാനം സംഭവിക്കട്ടെ ഞാൻ നന്നാവാം എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നാ പിന്നെ പറയണ്ടല്ലോ, ലോകാവസാനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാ നമ്മൾ തൗബ ചെയ്യുക? അതുകൊണ്ട് നാളെ 40 കഴിയട്ടെ, ഉംറ ചെയ്യട്ടെ, ഹജ്ജ് ചെയ്യട്ടെ, കല്യാണം കഴിയട്ടെ, മക്കളുണ്ടാവട്ടെ, 60 വയസ്സാകട്ടെ എന്ന് ചിന്തിക്കാതെ ഈ സമയത്ത് നന്നാവാൻ നമ്മൾ തീരുമാനിക്കുക. ഈ സമയം, ഇന്നത്തെ ഈ സമയം, ഇതേ സമയം നാളെ ഇല്ല. നാളെ എന്നൊരു വാക്ക് പരിശുദ്ധമായ ഇസ്ലാമിനില്ല പ്രിയപ്പെട്ടവരെ. ഈ സമയം കൊണ്ട് റബ്ബിലേക്ക് മടങ്ങിയാൽ അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കും. അല്ലാഹു നമ്മെ നല്ലവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ മഹാനായ മാലിക് ദീനാർ എന്നവർ ലോകം കണ്ട പ്രഗൽഭനായ സാഹിദായി മാറി, സൂഫി വര്യനായി മാറി. അദ്ദേഹത്തിന്റെ ചരിത്രകാലം വളരെ മോശമായിരുന്നല്ലോ. എന്ന് വെച്ച് അയാൾ സൂഫി വര്യനായപ്പോ നിങ്ങൾ പണ്ട് കള്ളു കുടിച്ചിട്ടില്ലേ എന്ന് ലോകത്താരും ചോദിച്ചിട്ടില്ല. നിങ്ങൾ പണ്ട് തോന്നിവാസിയായിട്ടില്ലേ എന്ന് ലോകത്താരും ചോദിച്ചിട്ടില്ല. ലോകത്തുള്ള പല ഗ്രന്ഥങ്ങളിലും ഈ മാലിക് ദിനാറിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. അതേപോലെ തന്നെ മറ്റൊരു സാത്വികനായ സൂഫി വര്യനാണ് ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം ഒരു കൊള്ളക്കാരനായിരുന്നു, ഒരു കൊള്ളത്തലവനായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവരെ. ആ കൊള്ളത്തലവന് ഒരു പെണ്ണിനോട് പ്രേമം തോന്നി, പെണ്ണിനോട് ഇഷ്ടം തോന്നിയിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് മതിൽ ചാടി കടക്കാൻ നിൽക്കുമ്പോൾ ആ പെണ്ണിന്റെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഖുർആന്റെ പാരായണം കേട്ടോ. ഏതാണ് ആ ആയത്തെന്നറിയോ? അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയമായിട്ടില്ലേ എന്ന് കൊള്ളത്തലവനായ ഫുളൈൽ ഇബ്നു ഇയാദും കേൾക്കാനിടയായി. ഭാര്യ കാമുകിയുടെ വീട്ടിലേക്ക് മതിൽ ചാടി കടന്നു പോവാൻ നിൽക്കാണ്, വ്യഭിചരിക്കാൻ വേണ്ടി. ഈ ആയത്ത് കേട്ടപ്പോൾ കൊള്ളത്തലവന്റെ ഖൽബ് പോലും മാറിപ്പോയി. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ബലാ വഖദ് ആൻ. അല്ലാഹുവേ, നന്നാവാനുള്ള സമയമായിട്ടുണ്ട്, ഞാനില്ല വ്യഭിചാരത്തിന്. തിരിച്ചു പോകുമ്പോഴാണ് ചില ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്, ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാം, ഈ വഴിയിലൂടെ യാത്ര ചെയ്താൽ ഫുളൈലും കൂട്ടരും ഞങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്, ഞങ്ങളുടെ കച്ചവട സാമഗ്രികൾ കൊള്ളയടിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇന്നിവിടെ താമസിച്ച് നാളെ പോകാം, പകലിൽ പോകാം, വെളിച്ചമായാൽ പോകാമെന്ന് മുസ്ലിമീങ്ങളായ ചില ആളുകൾ ചർച്ച ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഖൽബ് നൊന്ത
നോവാൻ തുടങ്ങി, വേദനിക്കാൻ തുടങ്ങി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. എല്ലാ കള്ളത്തരങ്ങളും തോന്നിവാസങ്ങളും നിർത്തിയിട്ട് നേരെ പോയത് ഹറമിലേക്കാണ്. ആ ഹറമിന്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് പഠിച്ചു. ലോകം കണ്ട പ്രഗൽഭനായ സൂഫി വിദ്യനായി മാറി മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവർ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലാ വഅഖ്റജത്തിൽ അർളു അത്ഖാലഹാ وقال الإنسان ما لها يومئذ تحدث أخبارها എന്ന പരിശുദ്ധമായ ഖുർആന്റെ ആയത്ത് കേട്ടിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞ് കരയാൻ തുടങ്ങിയതാണ് ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവരെ. ഏതുവരെ കരഞ്ഞു എന്നറിയോ? പള്ളിയിലുള്ള മുക്രിക്ക നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് കഴിഞ്ഞ് വാതിൽ പൂട്ടി വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം സുബ്ഹി ബാങ്ക് കൊടുക്കാൻ പള്ളിയിലേക്ക് വരുമ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവർ പള്ളിയുടെ ഒരു മൂലയിൽ ഇരുന്നിട്ട് يومئذ تحدث أخبارها فمن يعمل مثقال ذرة خيرا يره. ഒരു ചെറിയ നന്മ ചെയ്താൽ അതിന് പ്രതിഫലം നൽകുന്ന റബ്ബേ, ചെറിയ ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ പേരിൽ ശിക്ഷിക്കുന്ന റബ്ബേ എന്ന് പറഞ്ഞ് കരയുകയാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞു തുടങ്ങിയതാണ്. സുബ്ഹി ബാങ്കിന്റെ സമയമായപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു സുബ്ഹി ബാങ്ക് കൊടുക്കാനായി. അപ്പോഴാണ് സുബ്ഹി ബാങ്ക് കൊടുക്കാനായി എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾക്ക് അറിയുന്നത്. അങ്ങനെ ലോകം കണ്ട സാത്വികനായ പണ്ഡിതനും ആബിദും ആലിമും സാഹിദും ത്യാഗിയും സൂഫിയുമായ ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവർക്ക് ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ യൗവനകാലം കൊള്ളത്തലവനായിരുന്നു, തോന്നിവാസിയായിരുന്നു. അതുപോലെ വ്യഭിചാരങ്ങൾക്കും തോന്നിവാസങ്ങൾക്കും നമ്മൾ ആരും ഇറങ്ങിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരു സെക്കൻഡ് മതി. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ ദിവസങ്ങളുടെ ആവശ്യമില്ല. അള്ളാഹു നമ്മെ സ്വീകരിക്കാനും ദിവസങ്ങളുടെ ആവശ്യമില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉക്കാല ചന്തയിലുള്ള ധിക്കാരിയായിരുന്നു, വെല്ലുവിളിയായിരുന്നു, ഗുണ്ടയായിരുന്നു. അവിടെ വരുന്ന ആളുകൾക്ക് ഉമർ തങ്ങളെ പേടിയായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ തലയെടുക്കാൻ വേണ്ടി പോകുമ്പോഴല്ലേ വീട്ടിൽ നിന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേൾക്കുന്നത്. ത്വാഹ മാ അൻസൽനൽ ഖുർആന ലിതശ്ഖാ. അള്ളാഹുവിന്റെ ഹബീബേ, ഈ പരിശുദ്ധമായ ഖുർആൻ ഞാൻ ഇറക്കി തന്നത് ആരും പരാജയപ്പെടാനല്ല, ആരും തോറ്റുപോവാനല്ല. തദ്കിറതൻ ലിമൻ യഖ്ശാ. അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക് ഒരു ഉത്ബോധനമാണ്, ഒരു വഅലാണ്, ഒരു ഉപദേശമാണ്, ഒരു സന്ദേശമാണ് പരിശുദ്ധമായ ഖുർആൻ. ഈ ആയത്ത് കേട്ടപ്പോൾ ഗുണ്ടാത്തലവൻ എന്ന് പറയുന്ന ഉക്കാല ചന്തയെ വിറപ്പിച്ചിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബ് പോലും ലോലമായിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വന്ന് മുസ്ലിമായപ്പോ ലോകം കണ്ട പ്രഗൽഭനായ ഭരണാധികാരിയായി മാറിയില്ലയോ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗതകാലം നോക്കി ദുഃഖിച്ചിരിക്കാതെ അഫല്ലാഹു അമ്മാ സലഫ്, അഫല്ലാഹു അമ്മാ സലഫ്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ പഴയ കാലത്ത് വന്നു പോയത് അല്ലാഹു നമ്മൾക്ക് മാപ്പ് തരട്ടെ, അല്ലാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഇനിയുള്ള കാലം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇസ്തിഗ്ഫാർ ഇങ്ങനെ വർദ്ധിപ്പിക്കണം. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുന്ന ഒരു സമുദായത്തിലേക്ക് അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങൂല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുന്ന ഈ നാട്ടിലുള്ള ബഹുഭൂരിഭാഗം ആളുകൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവരാണെങ്കിൽ ഈ നാട്ടിലേക്ക് അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങൂല എന്ന് പരിശുദ്ധ ഖുർആൻ. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ സമുദായത്തെ ഞാൻ ശിക്ഷിക്കൂല. എന്നാൽ നിങ്ങളുടെ വഫാത്തിന്റെ ശേഷം നിങ്ങളുടെ സമുദായം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരായാൽ, ഒരു തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച്, ഒരു കൗണ്ടർ കയ്യിൽ പിടിച്ച് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരായാൽ അല്ലാഹു നിങ്ങളുടെ സമുദായത്തെ ശിക്ഷിക്കൂല എന്ന് പരിശുദ്ധ ഖുർആൻ. തൂബാ തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കതീറാ. തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കതീറാ. ഒരാളുടെ നന്മയുടെ ഏടിലെ ഒരുപാട് ഇസ്തിഗ്ഫാർ കണ്ടാൽ അയാൾ രക്ഷപ്പെട്ടു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതായിട്ട് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തസ്ബീഹ് മാലയൊന്ന് കയ്യിൽ പിടിക്കണേ പ്രിയപ്പെട്ടവരെ, ഒരു കൗണ്ടറെങ്കിലും കയ്യിൽ പിടിക്കണേ. ആളുകൾ പലതും
വല്ലതും പറഞ്ഞോട്ടെ, നിങ്ങളത് നോക്കേണ്ട. ആളുകൾ പറയുന്നത് പറയട്ടെ. ആളുകൾ പറയുന്നത് പോലെ ജീവിക്കാനല്ല അള്ളാഹു നമ്മെ പറഞ്ഞയച്ചത്. ആളുകൾ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുന്ന നന്മയെ നിങ്ങൾ തടയരുത്. നിങ്ങൾ ചെയ്യുന്ന നന്മയിൽ നിന്ന് വിട്ടു നിൽക്കരുത്. ആളുകൾ അവർക്ക് തോന്നുന്നത് പറയട്ടെ. നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണേ, തസ്ബീഹ് വർദ്ധിപ്പിക്കണേ, അസ്തഗ്ഫിറുല്ലാഹ്. പരിശുദ്ധമായ റജബ് മാസമാണ് നമ്മോട് ഇവിടെ പറഞ്ഞു പോയത്. ആ റജബിന്റെ പ്രത്യേകത, റജബ് എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട മാസമായിരുന്നു. റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാനു ഷഹ്രി, എന്റെ മാസമാണ് ശഅബാൻ. വറമളാനു ഷഹ്റു ഉമ്മത്തി, വരാനിരിക്കുന്ന പരിശുദ്ധമായ റമളാൻ എന്റെ മാസമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സമുദായത്തിന്റെ മാസമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വളരെ സ്വഹീഹായ സംഭവങ്ങളല്ലേ ഇതൊക്കെ. റജബു ഷഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് റജബ് എന്ന് പറഞ്ഞാൽ. ആ റജബിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. ശഅബാനു ഷഹ്രി, പരിശുദ്ധമായ ശഅബാൻ മാസം എന്റെ മാസമാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അവന്റെ മാലാക്കമാരും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങളും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. അല്ലാഹുവല്ലേ ലോകത്തിന്റെ സൃഷ്ടാവ്. ശ്രദ്ധിച്ചോ, ഈ ആയത്തിന്റെ മഹത്വം നിങ്ങൾ ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ. എല്ലാ ജുമുഅ നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പ് പള്ളിയിൽ വെച്ച് ഖതീബിന്റെ പ്രഭാഷണത്തിൽ ഖുതുബയിൽ നിങ്ങൾ ഇത് കേൾക്കാറുണ്ട്. പക്ഷേ ഇതിന്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്നല്ലാഹ്, അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാഹുവിന് സ്വലാത്ത് ചൊല്ലേണ്ട ആവശ്യമെന്താ? അല്ലാഹുവല്ലേ സൃഷ്ടാവ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലയോ? അല്ലാഹു എന്താ പരിശുദ്ധമായ സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞത്? സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദി, എന്റെ അടിമയുമായിട്ട് രാപ്രയാണം നടത്തിയപ്പോൾ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അഥവാ അല്ലാഹുവിന്റെ അടിമയുടെ പേരിൽ അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. വമലായികത, അല്ലാഹുവിന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തേ സ്വലാത്ത് ചൊല്ലാൻ ഇത്ര മടി? അല്ലാഹും ചൊല്ലുന്നുണ്ട്, മലക്കുകളും ചൊല്ലുന്നുണ്ട്, നമുക്ക് എന്താ ഇത്ര മടി? അപ്പൊ നമ്മൾ ഇത്ര ചൊല്ലണം. അല്ലാഹുക്ക് ഇപ്പൊ സ്വലാത്ത് ചൊല്ലേണ്ട ആവശ്യമുണ്ട്? നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ട ആവശ്യം അല്ലാഹുവിനുണ്ടോ? അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ, അബ്ദല്ലേ. എന്നിട്ട് പോലും അല്ലാഹു സ്വലാത്ത് ചൊല്ലി. എന്നാൽ നമ്മൾക്ക് വേണ്ടി കാരുണ്യമായി ഇറക്കപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ, നമ്മൾക്ക് വേണ്ടി കരഞ്ഞുപോയ പരിശുദ്ധ ഹബീബിന്റെ പേരിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബി തങ്ങളുടെ മുഖം നല്ല സന്തോഷമുള്ള മുഖമാണെന്ന് മനസ്സിലായപ്പോ, നബി തങ്ങൾ നല്ല ഹാപ്പിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ, ഉദുല്ലാഹ ലി യാ റസൂലല്ലാഹ്, നബിയെ അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ നബിയെ? അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ നബിയെ? ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുമ്മഗ്ഫിർ ലി ആയിഷ, അല്ലാഹുവേ ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ സലഫ്, അല്ലാഹുവേ ആയിഷ ബീവിയുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, വമാ തഅഖർ, ഇനി വരാനിരിക്കുന്ന തെറ്റും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, വമാ അസറത് വമാ അഅലനത്, ആയിഷ ബീവി അറിയാതെ ചെയ്തത് പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, ആയിഷ ബീവി പരസ്യമായി ചെയ്തത് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ ദുആ കേട്ടപ്പോൾ ആയിഷ ബീവിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായില്ലേ മുഅ്മിനീങ്ങളെ? സന്തോഷം കൊണ്ട് ചിരിച്ച് ചിരിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേത്തേക്ക് മടിത്തട്ടിലേക്ക് ആയിഷ ബീവി വീണുപോയി. സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടല്ല, ചിരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിത്തട്ടിലേക്ക് വീണു. ഉടനെ തന്നെ നബി തങ്ങൾ ചോദിച്ചു, ഫായിഷ അയസുറുകി ദുആഇ,
എന്റെ പ്രാർത്ഥന കാരണത്താൽ നീ സന്തോഷിച്ചോ ആയിഷ. അപ്പോൾ എന്താണ് ആയിഷ ബീവി പറഞ്ഞത്? എങ്ങനെയാണ് നബിയെ ഞാൻ സന്തോഷിക്കാതിരിക്കുക? അങ്ങനെ ഒരു ദുആ അല്ലേ നിങ്ങൾ നടത്തിയത്? എന്റെ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, ഇനി വരാനിരിക്കുന്ന പാപങ്ങൾ പൊറുക്കപ്പെടാൻ, രഹസ്യമായി ചെയ്തത് പൊറുക്കപ്പെടാൻ, പരസ്യമായി ചെയ്തത് പൊറുക്കപ്പെടാൻ. ഇനി എന്റെ ജീവിതത്തിൽ എന്ത് പാപമാണ് ഉണ്ടാവുക? ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കുക? സന്തോഷം കൊണ്ട് ഞാൻ ഇങ്ങനെ വീണുപോയതാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂലിന്റെ മറുപടി എന്തായിരുന്നു? പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ഹബീബിനെ മനസ്സിലാക്കാത്ത ഒരു സമുദായമായി നമ്മൾ മാറരുതേ. നബി തങ്ങളുടെ പേരിൽ അള്ളാഹു സ്വലാത്ത് ചെല്ലുമ്പോൾ, നബി തങ്ങളുടെ പേരിൽ മലായികീങ്ങൾ സ്വലാത്ത് ചെല്ലുമ്പോ നമ്മൾ എന്തേ സ്വലാത്ത് ചെല്ലാത്തത്? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ മറുപടി, ഹാകദാ ദുആഇ ലിജമീഇ ഉമ്മത്തി. എന്റെ 5 നേരത്തെ നിസ്കാര ശേഷം ഇതേ ഒരു പ്രാർത്ഥന എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. കേട്ടോ, മനസ്സിലാക്കിയോ? എന്റെ 5 നേരത്തെ നിസ്കാര ശേഷം, നബി തങ്ങളുടെ 5 നേരത്തെ നിസ്കാര ശേഷം ഓരോ ദിവസവും ഞാൻ എന്റെ സമുദായത്തിന് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ, എന്റെ സമുദായത്തിന്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ, വരാനിരിക്കുന്ന പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ, രഹസ്യമായി ചെയ്തത് പുറത്തു കൊടുക്കണേ അല്ലാ, പരസ്യമായി ചെയ്തത് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആ ഹബീബിന്റെ പേരില് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയാത്തത്? ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു 10 പാപം പുറത്തു തരുമെന്നല്ലേ പറഞ്ഞത്? ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഒരു പാപമല്ലേ അല്ലാഹു പുറത്തു തരിക? ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു 10 പാപമല്ലേ പുറത്തു തരിക? 10 ദോഷങ്ങളല്ലേ, കുറ്റങ്ങളല്ലേ അല്ലാഹു മാപ്പ് നൽകുന്നത്? അതേ ഒരു സ്വലാത്ത് കാരണത്താൽ അല്ലാഹു നമ്മുടെ സ്ഥാനം ഉയർത്തുകയല്ലേ, നമ്മുടെ ദറജ ഉയർത്തുകയല്ലേ, അല്ലാഹു നമ്മൾക്ക് 10 പ്രതിഫലം തരുകയല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വശഅബാനു ശഹരി, റജബ് മാസത്തിൽ ഖൽബിനെ തൗബ ചെയ്ത് ശുദ്ധിയാക്കിയിട്ട് പരിശുദ്ധമായ റമദാൻ ആകുമ്പോൾ ഈ ശഅബാൻ മാസത്തിൽ സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഉയർന്ന ഒരു പദവിയിലേക്ക് നമ്മൾ എത്തണം. കാരണം ഓരോ സ്വലാത്തിനും 10 പദവിയല്ലേ കൂടുന്നത്. അങ്ങനെ പരിശുദ്ധമായ റമദാനായാൽ നന്മ ചെയ്യാനുള്ള ഒരു നന്മ ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ ട്രെയിനിങ് നടത്തണം. നമ്മുടെ ശരീരം പാകപ്പെടണം. ഏതുപോലെ നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്യുന്ന സമയത്ത് ആദ്യമായി ഒരു പാടത്ത് വിത്തിടുന്നത് പോലെ റജബ് വിത്തിടാനുള്ള മാസമാണ്. ശഅബാൻ സ്വലാത്ത് ചൊല്ലി ഖൽബിലേക്ക് വെള്ളമൊഴിക്കുന്ന മാസമാണ്. ശഅബാൻ നമ്മൾ വെള്ളമൊഴിച്ച് കൃഷിയിലേക്ക് വളം നൽകേണ്ട മാസമാണ്. അങ്ങനെ നമ്മൾ റജബിൽ വിത്തിടുകയും ശഅബാനിൽ വെള്ളം നൽകുകയും ചെയ്താൽ പരിശുദ്ധമായ റമദാനായാൽ ആ കൃഷി ഇങ്ങനെ നമ്മൾക്ക് ആസ്വദിക്കാം, അതിന്റെ ഫലങ്ങൾ ആസ്വദിക്കാം, അതിന്റെ ഫ്രൂട്ട്സുകൾ ആസ്വദിക്കാം, അരികൾ നമ്മൾക്ക് കൊയ്തെടുക്കാം. അതിൽ നിന്നുള്ള റിസൾട്ട് കിട്ടുന്നത് പോലെ റമദാൻ ആയാൽ ഈ 2 മാസത്തെ അധ്വാനം കൊണ്ട് ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു രാത്രിയാണ് ശഅബാനിന്റെ 15-ാം രാത്രി. ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത രാത്രിയാണ് ശഅബാനിന്റെ 15-ാം രാത്രി. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, ശഅബാനിന്റെ രാത്രിയുടെ പ്രത്യേകത എന്താ? ശഅബാനിന്റെ രാത്രിയുടെ പ്രത്യേകത എന്താണ്? ഖൂമൂ ലൈലഹാ വസൂമൂ നഹാറഹാ. രാത്രിയായാൽ നിന്ന് നിസ്കരിക്കണേ പകല് വരെ, പകലായാൽ നോമ്പെടുക്കണേ വൈകുന്നേരം വരെ. എന്താ ആ ദിവസത്തിന്റെ പ്രത്യേകത? അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമം കണക്കെ അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാണത്. കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമം കണക്കെ ഒരു ആടിന് എത്ര രോമമുണ്ട് എന്ന് നമ്മൾക്കാർക്കും പറയാൻ കഴിയില്ലല്ലോ. ഒരു ആടിന് എത്ര രോമമുണ്ട് എന്ന് നമ്മൾക്കാർക്കും പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ
കൽബ് ഗോത്രത്തിലെ ആടിന്റെ രോമം കണക്കെ അല്ലാഹു ആ രാത്രി എത്രയോ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രാത്രി അല്ലാഹു ചില ആളുകളുടെ മുഖത്തേക്ക് നോക്കൂല. ആ ആളുകളിൽ നിങ്ങളുണ്ടോ എന്ന് നോക്കണം. ആ രാത്രിയിൽ അല്ലാഹു ചില ആളുകളുടെ മുഖത്തേക്ക് നോക്കൂല. വരാനിരിക്കുന്ന ശഅബാനിന്റെ 15-ാം രാത്രി ചില ആളുകൾ അല്ലാഹു നോക്കുകയേ ഇല്ല. അവരുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല. അവരിൽ നിങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണേ. ആരാണെന്നറിയോ? അവർ ഒന്നാമത്തേത് ബഹുദൈവ വിശ്വാസികളാണ്. ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നതിന് പകരം അല്ലാഹുവിന്റെ കൂടെ കൂറ് ചേർക്കുന്നവരെയാണ്, അല്ലാഹുവിന്റെ കൂടെ പങ്കു ചേർക്കുന്നവരെയാണ്. പിന്നെ ആരാണ്? മുഷാഹിൻ, പിണങ്ങി നിൽക്കുന്നവരാണ്, തെറ്റി നിൽക്കുന്നവരാണ്, ചൊടിച്ചു നിൽക്കുന്നവരാണ്, ഹൃദയത്തിൽ വൈരാഗ്യം വെക്കുന്നവരാണ്, അസൂയയുള്ളവരാണ്, പകയുള്ളവരാണ്. ഈ ആളുകൾ അല്ലാഹു ആ രാത്രിയിൽ നോക്കുകയേ ഇല്ല. പിന്നെ ആരാണ്? ഖാതിഉ റഹിമിൻ, കുടുംബബന്ധം മുറിക്കുന്നവനെ, കുടുംബബന്ധം മുറിക്കുന്നവനെ അല്ലാഹു നോക്കൂല. പിന്നെ ആരെയാണ് പ്രിയപ്പെട്ടവരെ? ആഖുൽ ലിവാലിദൈഹി, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവരെ. പിന്നെ ആരെയാണ് അല്ലാഹു നോക്കൂല എന്ന് പറഞ്ഞത്? ആഖുൽ ലിവാലിദൈഹി, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവരെ. പിന്നെ ആരെയാണ്? മുദ്മിനു ഖംറിൻ, കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അഡിക്റ്റായി തൗബ ചെയ്യാതെ ലഹരിയിൽ ജീവിക്കുന്ന ആളുകളെ അല്ലാഹു ആ രാത്രി നോക്കുകയില്ല. കോടിക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ദുആ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു ഉത്തരം നൽകുമ്പോ മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞില്ലേ, 5 രാത്രി ഞാൻ പ്രിയപ്പെട്ടവരെ 5 രാത്രികളിൽ ദുആ ചെയ്താൽ അല്ലാഹു ദുആഇന് ഉത്തരം നൽകുമെന്ന് മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ നമ്മോട് പറഞ്ഞു തന്നില്ലയോ? ഏതൊക്കെയാണ് ആ രാത്രി? ഒന്ന് റജബിന്റെ ആദ്യ രാത്രിയാണ്, അത് കഴിഞ്ഞു പോയി. രണ്ടാമത്തേത് ശഅബാനിന്റെ 15-ാം രാത്രിയാണ്. ഇതാ നമ്മളിലേക്ക് കടന്നു വരികയാണ്. 7-ാം ആകാശത്ത് നിന്ന് അല്ലാഹു ഇറങ്ങി വന്നിട്ട് ഹൽ മിൻ ദാഇൻ, ദുആ ചെയ്യുന്നവരുണ്ടോ? ഞാൻ ഉത്തരം തരാം. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആർക്കെങ്കിലും ഇസ്തിഗ്ഫാർ തേടാനുണ്ടോ? ഞാൻ പുറത്തു തരാം. ആർക്കെങ്കിലും ഭക്ഷണം റിസ്ക് തേടാനുണ്ടോ? ഞാൻ റിസ്ക് തരാമെന്ന് പറഞ്ഞ് എന്തു ചോദിച്ചാലും അല്ലാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് ദുആഇന് ഉത്തരമുള്ള രാത്രി അല്ലാഹു ചില ആളുകളെ നോക്കൂല. ആരാണ് ആ ആളുകൾ? ശ്രദ്ധിച്ചോളൂ ഒന്നും കൂടി പ്രിയപ്പെട്ടവരെ. ബഹുദൈവ വിശ്വാസികൾ, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കു ചേർക്കുന്നവരെ. പിന്നെ ആരാണ്? മുഷാഹിൻ, പിണങ്ങി നിൽക്കുന്ന ആളുകളെ, ചൊടിച്ചു നിൽക്കുന്ന ആളുകളെ, വൈരാഗ്യവും പ്രതികാരവും വെച്ചു പുലർത്തുന്ന ആളുകളെ. പിന്നെ ആരാണ്? ഖാതിഉ റഹിമിൻ, കുടുംബബന്ധം വിച്ഛേദിച്ചു നിൽക്കുന്ന ആളുകളെ, കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്ന, മിണ്ടാതിരിക്കുന്ന ആളുകളെ. പിന്നെ ആരാണ്? വആഖുൽ ലിവാലിദൈഹി, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവരെ, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവരെ, റെസ്പെക്ട് ചെയ്യാത്തവരെ. പിന്നെ ആരാണ്? മുദ്മിനു ഖംറിൻ, കള്ളു കുടിക്കുന്നവരെ, കഞ്ചാവടിക്കുന്നവരെ, ലഹരി ഉപയോഗിക്കുന്നവരെ. തൗബ ചെയ്ത അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ടില്ല എങ്കിൽ അല്ലാഹു തആല തിരിഞ്ഞു നോക്കൂല. നമ്മുടെ നന്മയുടെ ഫാൻ അല്ലാഹു നോക്കൂല. നമ്മുടെ പ്രവർത്തനങ്ങൾ ആകാശലോകങ്ങളിലേക്ക് മഹാന്മാരായ മാലാക്കമാര് കൊണ്ടുപോകുമ്പോൾ അല്ലാഹു മാറ്റിവെക്കാൻ പറയും. ഇവരുടെ അമൽ എനിക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അല്ലാഹു ദുആക്ക് ഇജാബത്ത് നൽകുന്ന രാത്രിയല്ലയോ? നന്നാവാനുള്ള സുവർണാവസരമല്ലയോ? അല്ലാഹുവിലേക്കൊന്ന് കരഞ്ഞു ദുആ ചെയ്യാനുള്ള സമയമല്ലയോ? നഷ്ടപ്പെടുത്തരുതേ പ്രിയപ്പെട്ടവരെ. ഒരു കാരണവശാലും ആ രാത്രി ഉറങ്ങിക്കൊണ്ട് കളിച്ചുകൊണ്ട് നമ്മുടെ സമയം ചെലവഴിക്കാൻ പാടില്ല. ഒരു നേരത്തെ എണീക്കുക. ബാങ്ക് വിളിക്കുന്നതിന്റെ, സുബഹി ബാങ്ക് വിളിക്കുന്നതിന്റെ 1 മണിക്കൂറോ 2 മണിക്കൂറോ നേരത്തെ എണീറ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായി നല്ല നിയ്യത്തോടു കൂടി നീ തഹജ്ജുദ് നിസ്കരിച്ച് പരിശുദ്ധമായ ഖുർആനിൽ നിന്നൊരൽപ്പം ഓതി, ഒരു തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലി, ഒരു 100 സ്വലാത്ത് ചൊല്ലി, 2 കരങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യുവീൻ. എന്താ നിങ്ങളുടെ ആഗ്രഹം? അല്ലാഹുവിനോട് പറയുവീൻ. ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുവീൻ. ആരോഗ്യം ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആഫിയത്തില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. ആഫിയത്തില്ലാതെ ഒരാൾക്ക്
അവർക്ക് നിസ്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുവീൻ. പിന്നെ എന്താ ചെയ്യേണ്ടത്? ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യുവീൻ. അതേപോലെ ഇസ്സത്തിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവീൻ. മരിക്കുന്നത് വരെ മറ്റൊരാളെ ആശ്രയിക്കാതെ, മരിക്കുന്നത് വരെ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ ഇസ്സത്തോടെ, അഭിമാനത്തോടെ, അന്തസ്സോടെ നമ്മുടെ റിസ്ഖിനും ആഫിയത്തിനും നിലനിൽക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. പിന്നെ ദുആ ചെയ്യേണ്ടത് റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ, മരിച്ചുപോയ നമ്മുടെ ഉപ്പമാരില്ലയോ, നമ്മുടെ ഉമ്മമാരില്ലയോ, നമ്മുടെ കുടുംബക്കാരില്ലയോ, നമ്മുടെ നാട്ടുകാരില്ലയോ, നമ്മുടെ ചങ്ങാതിമാരില്ലയോ, അവരൊക്കെ ഖബറിലാണ്. അവരുടെ നമ്മുടെ ദുആക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ നമ്മുടെ സ്വതക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാളെ ബഹുനിരായ വലിയുദ്ദീൻ ഫൈസിയാണ് ഇവിടെ ദിക്ർ ദുആഇന് നേതൃത്വം നൽകാൻ വരുന്നത്. എല്ലാ ദിവസവും ലക്ഷങ്ങളാണ് അദ്ദേഹത്തിന്റെ ക്ലാസ് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങളാണ് നിരന്തരമായി അദ്ദേഹത്തിന്റെ രാവിലത്തെ പ്രഭാത ദുആകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അദ്ദേഹമാണ് നാളെ വരുന്നത്. അപ്പൊ അദ്ദേഹം വരുമ്പോൾ നല്ലൊരു ദുആഇനാണല്ലോ നമ്മളെല്ലാവരും കടന്നു വരിക. ഒരുപാട് ദിക്ർ ചൊല്ലി, ഒരുപാട് സ്വലാത്ത് ചൊല്ലി, ഖുർആൻ ഓതി, ഒരുപാട് ദിക്റുകളും തസ്ബീഹുകളും ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യാനല്ലോ നമ്മളെല്ലാവരും കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ സംഘാടകർ നിങ്ങളുടെ കയ്യിൽ ഒരു കവർ തരും. ഇൻഷാ അല്ലാഹ് ആ കവറുമായി നിങ്ങൾ നാളെ വരണം. എന്താണ് നിങ്ങളുടെ നിയ്യത്ത്? നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിടം വെളിച്ചമാകണമെന്ന്. ഉപ്പ മരിച്ചുപോയവരില്ലേ, ഉമ്മ മരിച്ചുപോയവരില്ലേ, മാതാപിതാക്കള്, ഭാര്യ ഭർത്താക്കന്മാര്, സന്താനങ്ങളെ, സഹോദരങ്ങള്, ചങ്ങാതിമാരെ, ആരാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടവരായി നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്നുമില്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ കരളിന്റെ കഷ്ണമായ ആറ്റപ്പൂ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഹദ്റത്തിലേക്കെങ്കിലും 1000 രൂപ ഇൻഷാ അല്ലാഹ് മൂപ്പരെ സ്നേഹിക്കുന്നവരെ, മൂപ്പരെ നെഞ്ചോട് ചേർത്ത് വെച്ചവരെ, മൂപ്പരെ കൽബിലേക്ക് ചേർത്ത് വെച്ചവരെ, സ്വന്തം പിതാവ് മരിച്ചതിനേക്കാളും വേദന അനുഭവിച്ചവരെ, പ്രിയപ്പെട്ടവരെ, അവരെ പോലൊരു നേതാവ് നമ്മളോട് ഇവിടെ പറയുമ്പോൾ അവർ നമ്മൾക്ക് വേണ്ടി ചെയ്ത ത്യാഗം കാരണത്താലെ, അവർ നമ്മൾക്ക് വേണ്ടി ചെയ്ത എത്രയോ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അവരുടെ വിലപ്പെട്ട സമയം അവർ മാറ്റിവെച്ചിട്ടുണ്ട്. ആ ഒരു സ്നേഹത്തിന് പകരമായി അവരുടെ ഖബറിടത്തിലേക്ക് 1000 രൂപ ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ അവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെ സ്ഥാനം നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഉന്നതരായ മഹാന്മാരുടെ, പ്രവാചകന്മാരുടെ, സ്വഹാബാക്കളുടെ, ശുഹദാക്കളുടെ ആ ഒരു സ്ഥാനം നൽകി അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് എന്നിങ്ങനെ നല്ല നിയ്യത്തോടു കൂടി ഇൻഷാ അല്ലാഹ് മിനിമം 1000 രൂപയെങ്കിലും നമ്മൾ കവറിലിട്ട് കൊണ്ടുവരണം. ഒരു നന്മ മുന്നിൽ വെച്ച് ദുആ ചെയ്യുമ്പോ ആ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലയോ? ഒരാൾ ഗുഹയിൽ പെട്ടപ്പോ അല്ലാഹുവിനോട് എന്താ പറഞ്ഞത്? അല്ലാഹുവേ, ഞങ്ങൾക്ക് 3 ആളുകൾക്ക് പാറയെ തള്ളി നീക്കാൻ കഴിയുന്നില്ല. വിളിച്ചാൽ പുറത്തു നിന്നുള്ള ആളുകൾക്ക് ശബ്ദം കേൾക്കുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മ മുന്നിൽ വെച്ചിട്ട് അല്ലാഹുവേ നിന്നോട് ദുആ ചെയ്യുകയാണ്. ഒരാൾ ദുആ ചെയ്തല്ലോ, അല്ലാഹുവേ ഞാൻ എൻ്റെ ഉമ്മയോട് ജീവിതത്തിൽ മാന്യമായി പെരുമാറിയ ആളാണ്, അതുകൊണ്ട് ആ നന്മ മുന്നിൽ വെച്ച് ഞാൻ ദുആ ചെയ്യട്ടെ. ഈ പാറയെ നീ ഒന്ന് നീക്കിത്തരണേ അല്ലാഹ്. അല്ലാഹു തആല 3 ആളുകൾ കൈകൾ കൊണ്ട് തള്ളി നീക്കാൻ ശ്രമിച്ച പാറയെ, എന്നിട്ടും അനങ്ങാനോ ഒരു തരി നീക്കാനോ കഴിയാത്ത പാറ നാവിന്റെ പവർ കൊണ്ട് നീങ്ങുകയാണ്, നാവിന്റെ പവർ കൊണ്ട് അനങ്ങുകയാണ്. അപ്പോഴാണ് അടുത്ത ആൾക്ക് വീണ്ടും കോൺഫിഡൻസ് കിട്ടി. അദ്ദേഹം ആലോചിച്ചു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മ എന്താണ്? ഈ 3 ആളുകൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരൊന്നുമല്ല, ഈ ഗുഹയിൽപ്പെട്ടവർ അല്ലാഹുവിന്റെ പ്രവാചകന്മാരല്ല. അവരാകെ റബ്ബിനോട് പറയുന്നത്, അവരൊക്കെ തെറ്റുകളൊക്കെ ജീവിതത്തിൽ വന്നവർ തന്നെയാണ്. അവരല്ലാഹുവിനോട് പറയുന്നത്, എന്റെ ജീവിതത്തിൽ ചെയ്ത നന്മ ഇതാണ്. അഥവാ എല്ലാം നന്മ എന്നല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ എൻ്റെ ഉമ്മയോട് ഞാൻ സ്നേഹത്തോട് പെരുമാറി എന്നുള്ളതാണ്. പാറയെ നീക്കി തരണേ അല്ലാഹ്. അപ്പോൾ അടുത്തയാള് ദുആ ചെയ്തു, പടച്ചവനെ എന്റെ നന്മ എനിക്ക് പ്രത്യേകിച്ച് നന്മ എന്ന് പറയാനൊന്നുമില്ല. വ്യഭിചരിക്കാൻ ഒരു അവസരമുണ്ടായപ്പോ, ഞാനും പെണ്ണും മാത്രം ഒറ്റപ്പെട്ട ഒരു മുറിയിലുണ്ടായപ്പോ ഞാൻ അവളെ വ്യഭിചരിച്ചാൽ ആരും ചോദ്യം ചെയ്യൂല, അവള് സമ്മതമാണ്, ആരും കാണൂല, സുന്ദരിയായ പെണ്ണും കൂടിയാണ്. ആ സമയത്ത് ഞാൻ വ്യഭിചരിക്കാതെ മാറി നിന്നത് ഒരു നന്മയല്ലേ അല്ലാഹ്? അതുകൊണ്ട് പാറയെ നീക്കണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു പാറയെ നീക്കി കൊടുത്തിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ടോ? മൂന്നാമതൊരാൾ എന്താണ് അള്ളാഹുവിനോട് പറഞ്ഞത്? അള്ളാഹുവേ, ഞാൻ എന്റെ ജോലിക്കാരനോട് മാന്യമായി പെരുമാറുന്ന ആളാണ്, എന്റെ ജോലിക്കാരനോട് മാന്യമായി പെരുമാറുന്ന ആളാണ്. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ വിയർപ്പ് വറ്റുന്നതിനും മുമ്പേ ജോലിക്കാരന് ശമ്പളം കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാണിത്. ആ അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്, റബ്ബേ, ഞാൻ എന്റെ ജോലിക്കാരനോട് മാന്യമായി പെരുമാറി എന്ന് നിനക്കറിയാലോ, അതുകൊണ്ട് പാറയെ നീ നീക്കണേ അല്ലാ. മൂന്നാളുകൾ 6 കൈകൾ ഉപയോഗിച്ച് തള്ളി നീക്കാൻ പറ്റാത്ത പാറ നാവ് കൊണ്ട് നീക്കിയപ്പോൾ നീങ്ങിയത് ചരിത്രമല്ലയോ മുഅ്മിനീങ്ങളെ? നീങ്ങാനുള്ള കാരണം ഒരു നന്മ മുന്നിൽ വെച്ചു എന്നുള്ളതാണ്. അതേപോലെ നാളെ ദുആ ചെയ്യാൻ വരുമ്പോ നമ്മൾക്കെല്ലാവർക്കും നന്നാവണം. ആർക്കും ആഗ്രഹമില്ലല്ലോ ഒരു തമ്മാടിയായി ജീവിക്കണമെന്ന്. വ്യഭിചരിക്കാൻ നമ്മൾക്ക് ആർക്കും താല്പര്യമില്ല. ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് തെറ്റാണെന്നറിയാം. അതേപോലെ കള്ള് കുടിച്ച് ജീവിക്കണമെന്ന്, അതേപോലെ മരിക്കണമെന്ന് താല്പര്യമില്ല. മയക്കുമരുന്നിന്റെ അഡിക്റ്റാകണമെന്ന് താല്പര്യമില്ല. പക്ഷേ നമ്മളെല്ലാവരും ചില തെറ്റുകളിൽ പരീക്ഷിക്കപ്പെടുകയാണ്. അങ്ങനെ ചില തെറ്റുകളിൽ പെട്ടുപോയാൽ അത് നിരന്തരമായി നമ്മൾ അറിയാതെ ആവർത്തിച്ചു പോവുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഖൽബ് ശുദ്ധിയാവേണ്ടേ, നമ്മൾക്ക് നന്നാവേണ്ടേ, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടേ. റമളാനാകുമ്പോൾ ഒരു നല്ല സംശുദ്ധമായ ഹൃദയവുമായിട്ട് റമളാനിനെ സ്വീകരിക്കണ്ടേ.